ഞാൻ ക്രിസ്തുവിലുള്ള ബഹുമാനിക്കാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ബി വർഗീസ്, കുടുംബം, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ദൈവവചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഒരവസരം നൽകിയല്ലോ. അതിന് മുഖാന്തരമായി തീർന്ന പ്രിയ പാസ്റ്ററോടും ദൈവദാസന്മാരോടും ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്തുകൊണ്ടും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. എനിക്ക് വളരെയധികം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒരു റാൻഡം റീഡിങ്ങിലൂടെ ഒന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണം. നമ്മൾ കാനോനെ സംബന്ധിച്ചുള്ള മിസ്കൺസെപ്ഷൻസ് പഠിച്ചു. എന്നാൽ ഫാക്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അത് ഞാൻ ഒരു പരിധി വരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്താണ് ഫാക്ട്, എന്താണ് മിസ്കൺസെപ്ഷൻ. ഇന്നലെ നമ്മൾ ഒടുവിലായിട്ട് പറഞ്ഞു നിർത്തിയത് ഏർലി ക്രിസ്ത്യാനിറ്റിയിൽ അന്നുണ്ടായിരുന്ന ദൈവദാസന്മാര് അവര് സ്ക്രിപ്ചർ സെൽഫ് ഒതന്റിക്കേറ്റഡ് ആണെന്നാണ് ടെസ്റ്റിമണി പറഞ്ഞത്. സ്ക്രിപ്ചർ സെൽഫ് ഒതന്റിക്കേറ്റഡ് ആണെന്നാണ് ടെസ്റ്റിമണി പറഞ്ഞത്. നമ്മൾ പല ആളുകളെയും കൊണ്ടുവന്നു. ഞാൻ ഇന്നലെ പറയാൻ സമയം കിട്ടാതിരുന്ന സമയം കിട്ടാതിരുന്ന ഒരു 2 കോട്ട് 3 പേരുടെ കാര്യങ്ങളെ പറയാം. അതും ഇംഗ്ലീഷാണ്. 3 പേരുടെ കാര്യങ്ങൾ എന്ന് പറയാം. എന്നിട്ട് ഞാനത് മലയാളത്തിൽ പെട്ടെന്ന് പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു 3 പേര് സ്ക്രിപ്ചറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ആണ്. സെന്റ് അഗസ്റ്റിൻ കേട്ട് കാണുമല്ലോ. വിശുദ്ധനായ അഗസ്റ്റിന്റെ തിയോളജിയോട് നമുക്ക് വളരെ പ്രശ്നമുണ്ട്. കാരണം ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രത്തെ നമുക്ക് അംഗീകരിക്കാനായിട്ട് പല മേഖലയിലും കഴിയുകയില്ല. പക്ഷെ അദ്ദേഹം നമുക്ക് അംഗീകരിക്കാവുന്നതും വളരെ വസ്തുതാപരവുമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് സ്ക്രിപ്ചറിനെ പറ്റി അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹി വാസ് എ കാത്തലിക് പ്രീസ്റ്റ് ആയിട്ട്, കാത്തലിക് സെയിന്റ് ആയിട്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, പടിഞ്ഞാറുള്ളവരെ എല്ലാം കത്തോലിക്കരും കൊണ്ടുപോയി, കിഴക്കുള്ളവരെ എല്ലാം ഓർത്തഡോക്സുകാരും കൊണ്ടുപോയി. അതാണ് ചരിത്രം. വാസ്തവത്തിൽ പിതാക്കന്മാർ ആരുടെയും സ്വത്തായിട്ട് അവകാശപ്പെടാനായിട്ട് ചർച്ച് ഹിസ്റ്ററി പഠിച്ച് ആരും തയ്യാറാകില്ല. ചർച്ച് ഹിസ്റ്ററിയും നല്ല വായനയും പഠനമുള്ള ഒരാൾ പോലും അത് ഞങ്ങളുടെ പിതാവാണ്, ഇത് നിങ്ങളുടെ പിതാവാണെന്ന് ആരും പറയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. അഗസ്റ്റിൻ പറഞ്ഞൊരു കോട്ട് ഇതാണ്: ഐ വുഡ് നോട്ട് ബിലീവ് ഇൻ ദ ഗോസ്പൽ ഇഫ് ദ അതോറിറ്റി ഓഫ് ദ കാത്തലിക് ചർച്ച് ഡിഡ് നോട്ട് മൂവ് മീ ടു ഡു സോ. ഒന്നുകൂടെ ഞാൻ പറയാം. I would not believe in the gospel if the authority of the Catholic Church did not move me to do so. കത്തോലിക്ക സഭ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, കത്തോലിക്കര് പറഞ്ഞുകൊണ്ടല്ല ഗോസ്പൽ അതോറിറ്റേറ്റീവ് ആയിട്ട് ഞാൻ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് എന്നാണ് അഗസ്റ്റിൻ പറഞ്ഞത്. അവരുടെ പ്രീസ്റ്റായിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്. അവരുടെ സെയിന്റ് ആണ്. ഇനിയും നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കപ്പദോക്കിയൻ ഫാദേഴ്സ് എന്നൊരു പേര്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കപ്പദോക്കിയൻ ഫാദേഴ്സ്? അതായത് 4-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ ടർക്കിക്കടുത്ത സ്ഥലമാണ് കപ്പദോക്കിയ. അവിടെ ജീവിച്ചിരുന്ന 3 വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുണ്ടായിരുന്നു. ആ 3 പേരുടെ പേരിതാണ്: കൈസരിയിലെ ബേസിൽ, ചുമ്മാ ഒന്ന് ഓർത്തിരുന്നു, കൈസരിയിലെ ബേസിൽ; നിസായിലെ ഗ്രിഗറി; നിസിയാൻസിലെ ഗ്രിഗറി. 2 ഗ്രിഗറി ഒരു ബേസിലും, അത്ര ഓർക്കാമല്ലോ. ഈ ദേവദാസന്മാരാണ് വാസ്തവത്തിൽ ട്രിനിറ്റി എന്ന വിഷയത്തെ ഏറ്റവും ആധികാരികമായി പഠിപ്പിച്ചത്. അതായത് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന പഠിപ്പിക്കലുകൾ ഈ കപ്പദോക്കിയൻ ഫാദേഴ്സിന്റെയാണ്. ട്രിനിറ്റി അവരാണ് പഠിപ്പിച്ചത്. ഞാൻ അത് പറയാനായിട്ടല്ല വന്നത്. ഇതിനകത്ത് നിസായിലെ ഗ്രിഗറി അദ്ദേഹം തിരുവെഴുത്തിനെ പറ്റി പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ഒടുവിൽ ജീവിച്ചിരുന്ന നിസായിലെ ഗ്രിഗറി ഓഫ് നിസ NYSSA ഗ്രിഗറി ഓഫ് നിസ
അവരെ അറിയപ്പെടുന്നത്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കപ്പദോക്കിയൻ ഫാദേഴ്സ്. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: all things the divine scripture says are utterances of the Holy Spirit. അത്രയും ദൈവശാസ്ത്രപരമായിട്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, കപ്പദോക്കിയൻ ഫാദേഴ്സിനകത്ത് ഈ കൈസരിയിലെ ബേസിലും നിസായിലെ ഗ്രിഗറിയും നിസിയാൻസിലെ ഗ്രിഗറിയും, ഇവര് 3 പേരുമാണ്. ഇതിനകത്ത് ഏറ്റവും ഒരു സ്കോളറായിട്ട് അറിയപ്പെടുന്നത് നിസിയാൻസിലെ ഗ്രിഗറിയാണ്. അദ്ദേഹമാണ് ഒരു ലീഡിങ് അഡ്വക്കേറ്റ് ആയിട്ട് നിന്നത്. ഇവര് 3 പേരെയാണ് ആ ഒരു ദൈവശാസ്ത്രത്തിന്റെ ബ്രാഞ്ചിൽ ദൈവം ഉപയോഗിച്ചത്, ഡെവലപ്പ് ചെയ്യാനായിട്ട് ദൈവം ഉപയോഗിച്ചത്. അതിനകത്ത് ഒരുവൻ നിസായിലെ ഗ്രിഗറി ഓഫ് നിസ പറഞ്ഞത് എല്ലാ തിരുവെഴുത്തും പരിശുദ്ധാത്മാവിന്റെ അട്ടറൻസസ് ആണെന്നാണ് പറഞ്ഞത്. എല്ലാ തിരുവെഴുത്തും അത് തന്നെയാണ്. എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാകയാൽ, ദൈവ ഇൻസ്പയർഡ് ബൈ ഗോഡ്. അത് കൂടുതൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് ആ 2 കോട്ടൂടെയും കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ വത്തിക്കാന്റെ ഫസ്റ്റ് കൗൺസിലിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വത്തിക്കാൻ ഫസ്റ്റ് കൗൺസിൽ, ദ ഡിക്രീസ് ഓഫ് എക്യൂമെനിക്കൽ കൗൺസിൽ ടു വത്തിക്കാൻ. അവർ പറഞ്ഞ ആ വത്തിക്കാൻ കൗൺസിലിൽ അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: This book the church holds to be sacred and canonical, not because she subsequently approved them by her authority, but because being written under the inspiration of the Holy Spirit, they have God as their author. വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, ആ സെന്റൻസ് ഒന്നും അതുപോലെ ഓർക്കണ്ട. ഒന്നാമത്തെ വത്തിക്കാൻ കൗൺസിൽ തന്നെ പറഞ്ഞത് സ്ക്രിപ്ചർ സെൽഫ് ഒതന്റിക്കേറ്റഡ് ആണെന്നാണ്. അത്രേ ഉള്ളൂ. നിസായിലെ ഗ്രിഗറി പറഞ്ഞത്, അഗസ്റ്റിൻ പറഞ്ഞത്, ഫസ്റ്റ് വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത്, നമ്മൾ ഇന്നലെ പറഞ്ഞ ദൈവാസന്മാർ എല്ലാവരും പറഞ്ഞത് ഞങ്ങളുടെ സാക്ഷ്യത്താൽ ഒതന്റിക്കേറ്റഡ് ആയെന്നല്ല, സ്ക്രിപ്ചർ ഈസ് സെൽഫ് ഒതന്റിക്കേറ്റഡ്. ക്ലിയർ ആയോ ഏകദേശം? ഓക്കെ, നമുക്ക് അതിന്റെ ഒരു ചെറിയ വിവരണത്തിലേക്ക് ഞാനൊന്ന് ഓടിച്ചു പോകാം. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു. സോറി, അതിനെ ഞാൻ കൺക്ലൂഡ് ചെയ്യുക. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, സാക്ഷ്യം ഉണ്ട്, സെൽഫ് ഒതന്റിക്കേറ്റഡ് ആണ്, എല്ലാത്തിനെ പറ്റി ഒരു ചെറിയ ഐഡിയ ആയല്ലോ, എല്ലാത്തിനെ പറ്റി. ഇനി ഞാൻ സാധാരണ നമ്മുടെ ഇടയിൽ ഈ കാനോൻ പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്ന ഒരു തെറ്റുണ്ട്. തെറ്റെന്ന് പറഞ്ഞാല്, ഞാനും നേരത്തെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു തെറ്റാണ്. അത് പിന്നീട് വായനയിൽ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നോട് തന്നെ, പക്ഷെ എനിക്ക് ഉത്തരം അറിയാൻ മേലാഞ്ഞുകൊണ്ട് ഞാൻ ആ തെറ്റിങ്ങനെ ആവർത്തിക്കുകയായിരുന്നു. അതായത് ഓൾമോസ്റ്റ് നമ്മുടെ ഇടയിൽ ഈ കാനോൻ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഒരു കാര്യം പറയാറുണ്ട്, ക്രൈറ്റീരിയ ഓഫ് കാനോനിസിറ്റി എന്ന് കാര്യം പറയും. ക്രൈറ്റീരിയ ഓഫ് കാനോനിസിറ്റി. കാനോന് 27 പുസ്തകങ്ങളുടെ രൂപീകരണത്തിന് മാനദണ്ഡം എന്തായിരുന്നു? മാനദണ്ഡം വാസ്തവത്തിൽ പിന്നീട് എൻ്റെ വായന അല്പം കൂടെയും ദൈവത്തിന്റെ കരുണ കൊണ്ട് കുറച്ചുകൂടെ റെഫർ ചെയ്യാനായിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ വിഷയത്തെ ആധികാരികമായി പഠിക്കുന്നവരാരും ക്രൈറ്റീരിയ ഓഫ് കാനോനിസിറ്റി എന്ന് പറയാറില്ല. കാരണം ക്രൈറ്റീരിയ ഓഫ് കാനോനിസിറ്റി എന്ന് പറഞ്ഞാൽ 3-4 ചോദ്യം അവിടെ വരും. വെയർ ഡു ദീസ് ക്രൈറ്റീരിയ കം ഫ്രം? ഒന്നാമത്തെ ചോദ്യം. 2, ഹൂ ഡിസൈഡ് ദീസ് ആർ ദ റൈറ്റ് തിങ്സ് ടു ലുക്ക് ഫോർ? മൂന്നാമത്തെ കാര്യം, വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ഫോർ ദ ക്രൈറ്റീരിയ? ഇവിടെ കിട്ടിയോ? ക്രൈറ്റീരിയ ആരാണ് തീരുമാനിച്ചത്? അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയക്ക് ക്രൈറ്റീരിയ എന്താണ്? അങ്ങനെ കുറച്ച് ചോദ്യം വരും ക്രൈറ്റീരിയ ഓഫ് കാനോനിസിറ്റി എന്നൊരു ഹെഡിങ് കൊടുത്താൽ. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല, ക്രൈറ്റീരിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് പകരം ദൈവാസന്മാര് പറയുന്നത് അറിയാമോ? ആട്രിബ്യൂട്ട്സ് ഓഫ് കാനോനിസിറ്റി എന്നാണ് അവർ പറയുന്നത്. ആട്രിബ്യൂട്ട്സ് ഓഫ് കാനോനിസിറ്റി. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതെല്ലാം എനിക്ക് നിങ്ങളോട് 1, 2, 3 എന്നൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ക്രൈറ്റീരിയ ഇപ്പം എന്നെ ശ്രദ്ധിച്ച സിമ്പിളായിട്ട് ക്രൈറ്റീരിയ, കാനോൻ ഒരു മാനദണ്ഡം ദൈവസഭ വെച്ചെന്ന് പറഞ്ഞാൽ മാനദണ്ഡം വെച്ചയാക്കല്ലേ പ്രാധാന്യത വരുന്നേ? പിടികിട്ടിയോ? മാനദണ്ഡം വെച്ചയാൾക്ക് പ്രാധാന്യത കൂടും.
ഇനിയും സാധാരണ പറയുന്ന 3 മാനദണ്ഡം ഉണ്ടായിരുന്നു. 1, അപ്പോസ്തലൻ എഴുതിയതായിരിക്കണം. 2, അതിനകത്ത് ദൈവശാസ്ത്രം വളരെ കറക്റ്റ് ഓർത്തഡോക്സ് ആയിരിക്കണം. 3, കാത്തോലിക് ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി റെക്കഗ്നൈസ് ചെയ്തായിരിക്കണം. 3 കാര്യമാണ് പൊതുവെ പറയുന്നത്. നമുക്കൊരു ഉദാഹരണം പറഞ്ഞാല് എങ്ങനെ ഞാൻ അതൊന്ന് പറഞ്ഞു വരണ്ടേന്ന് ഞാൻ ആലോചിക്കുന്നത്. ക്രൈറ്റീരിയ വെക്കുകയാണെങ്കിൽ സം എക്സ്റ്റേണൽ അതോറിറ്റി എബവ് ദ സ്ക്രിപ്ചർ എന്നൊരാശയം വരും. സം എക്സ്റ്റേണൽ അതോറിറ്റി എബവ് ദ സ്ക്രിപ്ചർ. കാര്യം ക്രൈറ്റീരിയ തീരുമാനിച്ചയാണ്. അങ്ങനെ വെക്കുമ്പോൾ അത് ദൈവവചനത്തിന്റെ ആ സെൽഫ് ഒതന്റിക്കേഷൻ എതിരായിട്ടാണ് വരുന്നത്. ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ സെൽഫ് ഒതന്റിക്കേറ്ററിന് എതിരായിട്ടാണ് ക്രൈറ്റീരിയ. അതുകൊണ്ട് ദൈവദാസന്മാര് പറയുന്നത് ഈ എഴുത്തിനെ നോക്കുമ്പം ഇത് അപ്പോസ്തലനാണ് എഴുതിയെന്നറിയാം, ഇതിനകത്ത് ആത്മാവിന്റെ ഇംപ്രിന്റ് കാണാം, ഇതിനകത്ത് അപ്പോസ്തോലിക അധികാരം കാണാം, ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇതിനെ യൂണിവേഴ്സലി റെക്കഗ്നൈസ് ചെയ്ത് കാണാം. അതുകൊണ്ട് ക്രൈറ്റീരിയ ഓഫ് കാനോനിസിറ്റി അല്ല, ആട്രിബ്യൂട്ട്സ് ഓഫ് ദ കാനോനിസിറ്റി. ഇതിനകത്ത് ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ക്രൈറ്റീരിയ വെച്ച് കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. ഒത്തിരി പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന ഇടത്ത് നിന്ന് ക്രൈറ്റീരിയയുടെ മാനദണ്ഡത്തെ സെലക്ട് ചെയ്തു എന്ന് പറയേണ്ടി വരും. പിടിയോ? അതുകൊണ്ട് ആ ടേം അവോയ്ഡ് ചെയ്യണം. ആ ടേം അവോയ്ഡ്. ഇത് ഞാന് പബ്ലിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ക്രൈറ്റീരിയ ഓഫ് കാനോനിസിറ്റി. പിന്നീട് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ചോദ്യം ഉണ്ടായിരുന്നു, ആരാ ക്രൈറ്റീരിയ വെച്ചതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ക്രൈറ്റീരിയ അല്ല, ആട്രിബ്യൂട്ട്സ് ഓഫ് കാനോനിസിറ്റി ടു ഡിസ്ക്രൈബ് വിച്ച് ക്വാളിറ്റീസ് മേക്ക് എ ബുക്ക് കാനോനിക്കൽ. ക്ലിയർ ആയി എന്ന് വിചാരിച്ചോട്ടെ. ഞാന് അതിന്റെ ആട്രിബ്യൂട്ട്സ് ഓഫ് കാനോനിസിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. These attributes are basically characteristics that distinguish canonical books from all other books. There are 3 attributes of canonicity. 1, divine qualities. ഡിവൈൻ ക്വാളിറ്റീസ് നമ്മൾ പഠിച്ചായിരുന്നു. കാനോനിക്കൽ ബുക്സ് ബിയർ മാർക്സ് ഓഫ് ഡിവിനിറ്റി. ഓർക്കുന്നുണ്ടോ? ഡിവൈൻ ക്വാളിറ്റീസ്. രണ്ടാമത്തേത് കോർപ്പറേറ്റ് റിസപ്ഷൻ. യൂണിവേഴ്സലി സ്വീകരിച്ചു. കോർപ്പറേറ്റ് റിസപ്ഷൻ, എല്ലാവരും recognized by the church as a whole. Canonical books recognized by the church as a whole. മുഴുവനായിട്ട് സ്വീകരിച്ചു. 3, അപ്പോസ്റ്റോലിക് ഒറിജിൻ. അപ്പോസ്റ്റോലിക് ഒറിജിൻ, എല്ലാത്തിലും അപ്പോസ്തലന്മാരാണ് എഴുതിയത്. മർക്കോസ് ലൂക്കോസ് എഴുതിയെന്ന് പറഞ്ഞാലും മർക്കോസിന്റെ എഴുത്ത് പത്രോസിലാണ് നിൽക്കുന്നത് എന്നാണ് 2-ാം നൂറ്റാണ്ടിലെ പാപ്പിയാസ് പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷവും ന്യായമായിട്ട് മനസ്സിലാക്കാം, പോളിലാണ് നിൽക്കുന്നത്. പോളിലാണ് നിൽക്കുന്നത്. അത്രയും കാര്യം കിട്ടിയോ? ഞാനിപ്പം 3 കോട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു, 3 കൊട്ടേഷൻ, 3 സൈറ്റേഷൻ പറഞ്ഞായിരുന്നു. 2 ക്രൈറ്റീരിയ ഓഫ് കാനോനിസിറ്റി അല്ല. ഈ പുസ്തകത്തെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആട്രിബ്യൂട്ട്സ് ഓഫ് കാനോനിസിറ്റി, അതിനകത്ത് 3 കാര്യമുണ്ട്. ഡിവൈൻ മാർക്ക്, കോർപ്പറേറ്റ് റിസപ്ഷൻ, അപ്പോസ്റ്റോലിക് ഒറിജിൻ. ഒന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞ എന്റെ കൂടെ ഒന്ന് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞ ആട്രിബ്യൂട്ട്സ് ഓഫ് കാനോനിസിറ്റി. എല്ലാത്തിനകത്തും ഡിവൈൻ മാർക്കുണ്ട്. ഇനി നിങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര കൽപ്പനാരൂപത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ മാർക്ക് ചെയ്യണം. ഞാൻ എൻ്റെ പ്രഭാഷണ ശൈലിയിൽ ഈ പഠനം വരുത്തിയൊരു മാറ്റം പറയാം. ഞാനിപ്പോ പ്രസംഗിക്കാൻ നേരത്തെ പറയുന്നൊരു വാക്കുകളുണ്ട്. ആ അപ്പോസ്തലൻ തന്റെ അധികാരത്തിൽ പറഞ്ഞു. ഞാൻ ആ ഒരു വാക്ക് ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് 2 തിമോത്തി 4:1 പറയുമ്പം ദൈവത്തെയും മനുഷ്യരെയും പിതാവിനെയും പുത്രനെയും ഒക്കെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. അന്നേരം ഇപ്പോൾ എന്റെ റീഡിങ് എങ്ങനെ പോകുന്നത് അറിയാമോ? ലുക്ക് അറ്റ് ദ അപ്പോസ്റ്റോലിക് മാർക്ക്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. എനിക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, പണ്ട് സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നപ്പോ പൗലോസ് പറയുന്നില്ലേ, എനിക്ക് കർത്താവിൽ നിന്ന് കൽപ്പന ഇല്ലെങ്കിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ വാക്യം വായിച്ചപ്പോ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ദ അപ്പോസ്റ്റോലിക് അതോറിറ്റിയാണ്. അപ്പോസ്റ്റോലിക് അതോറിറ്റി. അങ്ങനെയാണ് കാനോന്റെ ആ ആട്രിബ്യൂട്ട്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഏകദേശം ക്ലിയർ ആയോ? മുന്നോട്ട് പോകട്ടെ, വളരെ പെട്ടെന്ന് പോവാ. നമുക്ക് ഏർലി ക്രിസ്ത്യാനിറ്റിയിലെ സഭായോ എങ്ങനെയാണെന്ന് പഠിക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് ഫാസ്റ്റ് പോകുന്നു. അവര് കുർബാന നടത്തുകയായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം, വളരെ പെട്ടെന്ന് നോക്കാം. ആട്ടെ, അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ലോസ്റ്റ് ബുക്ക്.
ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ഇനി എവിടുന്നെങ്കിലും നഷ്ടപ്പെട്ട, അതായത് ലബോദിക്കർക്ക് എഴുതിയ ലേഖനം ഏതാണെന്ന് നമുക്കറിയില്ല. ലബോദിക്കർക്ക് എഴുതിയ ലേഖനം ഏതാണെന്ന് അറിയില്ല. ഇനി അത് ഫിലോമോന്റെ വീട്ടിലെ കത്തിന് വല്ലതും പറയുന്നതാണ്. വി ഡു നോട്ട് നോ, നമുക്കറിയില്ല. 2, പത്രോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനവും മിസ്സായി പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം അതും നമ്മുടെ ഈ കിട്ടിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ 27 പുസ്തകത്തിനകത്തില്ല. നമ്മൾ സാധാരണ പ്രസംഗിക്കാൻ നേരത്തും പഠിപ്പിക്കാൻ നേരത്തും പറയുന്നുണ്ട്, ഒരു പക്ഷേ ആ പുസ്തകത്തിലെ ആശയങ്ങളും ഈ പൗലോസ് എഴുതിയ കൊരിന്ത്യ ലേഖനത്തിനകത്തുണ്ടാവും, അതുകൊണ്ടാണ് തമ്പുരാൻ തരാഞ്ഞത്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എന്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. കാരണം ഞാനത് ചെറിയ വിശദീകരണം പറയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇനിയിപ്പം ഈ റെഡ് സീല് അല്ലെങ്കിൽ ഈ കുമ്മറാൻ കമ്മ്യൂണിറ്റിയുടെ സ്ക്രോൾസ് ഒക്കെ കണ്ടെത്തിയതുപോലെ ഒരു എക്സ്കവേഷൻ നടത്തി പൗലോസിന്റെ നഷ്ടപ്പെട്ട ലേഖനം കണ്ടെത്തി. പൗലോസിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ നഷ്ടപ്പെട്ട ലേഖനം കണ്ടെത്തിയെന്ന് കൂട്ടുക. ന്യായമായിട്ട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ആ പുസ്തകം യൂണിവേഴ്സൽ സഭയ്ക്ക് ആവശ്യമുണ്ടോ? ഉത്തരം, കഴിഞ്ഞ 2000 വർഷമായി സഭയുടെ ആത്മീയ വർധനവും ഒരുവന്റെ നിത്യജീവന്റെ പ്രത്യാശയും ആ പുസ്തകമില്ലാതെ 2000 വർഷം ദൈവം നടത്തിയെങ്കിൽ ഇനിയും ആ പുസ്തകത്തിന്റെ ആവശ്യം ഇല്ല. അതാണ് എൻ്റെ ഉത്തരം. കാരണം ആ പുസ്തകത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ചർച്ചിന് വേണ്ട പുസ്തകമായിരുന്നെങ്കിൽ ദൈവം അതിനെ പ്രിസർവ് ചെയ്തേനെ. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ദൈവം അതിനെ പ്രിസർവ് ചെയ്തേനെ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദൈവത്തിന്റെ സോവർണിറ്റി പറയുന്ന നിരവധി വാക്യങ്ങളുണ്ട്. സാം 135 വേഴ്സ് 6, ഡാനിയേൽ 4:35, ആക്സ് 17:25-28, എഫെസ്യ ലേഖനം 1:11, എബ്രായ ലേഖനം 1:3. ഈ വാക്യങ്ങളിലൂടെയൊക്കെ പോയാൽ ഗോഡ് ഈസ് സോവറിൻ എന്ന ആ ദൈവത്തിന്റെ വെളിപ്പാടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഗോഡ് ഈസ് സോവറിൻ. നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാം, ഈ 27 പുസ്തകത്തെ സൂക്ഷിച്ചവൻ തന്നെയാണ് പത്രോസിന്റെ ലേഖനത്തെ നശിപ്പിച്ച് കളഞ്ഞത്. നമുക്കറിയാമല്ലോ, കൊറോണ കൊണ്ടുവന്ന ആരാ? ദൈവമാണെന്നല്ലേ തിരുവെടുത്ത് പറയുന്നത്. അയ്യോ, എന്നോട് പിണങ്ങിയോ? അതെ, അങ്ങനെ തന്നെയാ വേദപുസ്തകം. ഞാൻ ആരംഭ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വെട്ടിക്കിളിയോട് കൽപ്പിക്കുന്നതും ആകാശം അടയ്ക്കുന്നതും മഹാമാരി വരുത്തുന്നതും എല്ലാം അവിടുത്തെ അനുവാദത്തിലാണ്. ഗോഡ് ഈസ് സോവറിൻ. അതാണ് എൻ്റെ ഉത്തരം. ഗോഡ് ഈസ് സോവറിൻ. ആ ആശയം നമ്മുടെ മനസ്സിൽ നിന്നാൽ, അല്ലെങ്കിൽ ആ ദൈവശാസ്ത്രം മനസ്സിൽ നിന്നാൽ അറിയാം, കോർപ്പറേറ്റ് ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെയിലുള്ളതും സിയാറ്റിലുള്ളതും ലോകമെമ്പാടുമുള്ള സകല ദൈവമക്കൾ, അതാണ് കോർപ്പറേറ്റ് ചർച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചർച്ച്. കാത്തലിക് എന്ന് പറയുമ്പോൾ ഞാൻ ആ വാക്ക് അവോയ്ഡ് ചെയ്യുന്ന റോമൻ കത്തോലിക്കാണോ എന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. കാത്തലിക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ചർച്ച്. യൂണിവേഴ്സൽ ചർച്ചിന് ആ ലേഖനം ആവശ്യമായിരുന്നെങ്കിൽ 27 പുസ്തകത്തെ പ്രിസർവ് ചെയ്ത പോലെ തമ്പുരാൻ അതിനെയും പ്രിസർവ് ചെയ്തേനെ. അവിടുന്ന് സർവജ്ഞാനിയും സർവവ്യാപിയും സർവത്തിന്റെ മേലും സോവറിൻ ഗോഡും ആയതുകൊണ്ട് ആ പുസ്തകം ലോക്കൽ ചർച്ചുകൾക്ക്, കോർപ്പറേറ്റ് ചർച്ചുകൾക്ക് ആവശ്യമില്ല എന്നതുകൊണ്ട് തമ്പുരാൻ അതിനെ മാറ്റി. അതാണ് ലോസ്റ്റ് ബുക്കിനെ പറ്റിയുള്ള റിഫോംഡ് ചർച്ചുകളുടെ പ്രതികരണം. എന്താ? നഷ്ടപ്പെട്ട പുസ്തകം, നമുക്കതിന് ഇങ്ങനെ പറയാം, ഈ എങ്ങനെ അതൊന്ന് വ്യാഖ്യാനിച്ച് പറയണ്ടേ, കാനോനിക്കൽ ബുക്സ് ആണെങ്കിൽ ഒരിക്കലും ലോസ്റ്റ് ആകുകയില്ല. അതാണ് എൻ്റെ അർത്ഥം. ലോസ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് കാനോനിക്കൽ ബുക്സ്. എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് തീരെ പോവാണല്ലോ എന്ന് ഓർത്തെങ്കിലും ഒന്ന് സന്തോഷത്തോടെ ഇരുന്നു. ഇനി ഞാൻ ഇങ്ങോട്ടൊക്കെ വരത് പോലുമില്ല. ഒരുവിധമൊക്കെ കിട്ടിയില്ലേ? ഒരുവിധമൊക്കെ. ഒന്നുമില്ലേലും നമുക്ക് നമ്മുടെ ഈ തിരുവെഴുത്ത് ഇത്രയൊക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാനായിട്ട് കർത്താവ് ഒരു കൃപ തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ആട്ടെ, ലോസ്റ്റ് ബുക്ക് നമ്മൾ ചിന്തിച്ച കാര്യം മറക്കരുത്. സെൽഫ് ഒതന്റിക്കേറ്റഡ് ആണെന്നുള്ള ടെസ്റ്റിമണി. 2, ക്രൈറ്റീരിയ നമുക്കില്ല. കാര്യം ക്രൈറ്റീരിയ വെക്കാൻ ആരാ ഉള്ള സ്ക്രിപ്ചറിന്റെ മേളിൽ? 3-ാമത്തേത്, ലോസ്റ്റ് ബുക്ക് യൂണിവേഴ്സൽ ചർച്ചിന് ആവശ്യമായിരുന്നെങ്കിൽ തമ്പുരാൻ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സൂക്ഷിച്ചനെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോസ്റ്റ് ബുക്കിനെ പറ്റി ചരിത്രത്തിലൊരിടത്തും, ഏർലി ക്രിസ്ത്യാനിറ്റിയിലെ ചരിത്രത്തിലൊരിടത്തും ആരും സംസാരിച്ചതായിട്ട് രേഖയില്ല. ഞാൻ കഴിയുന്നിടത്തോളമൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്, ഒരുവിധമൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഒരു സിംഗിൾ റെഫറൻസ് പോലും ഇല്ല.
അന്നേരം ലോസ്റ്റ് ബുക്സ് ആർ നോട്ട് കാനോനിക്കൽ, അത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സിലുണ്ടാകണം കേട്ടോ. ഇനി ലോസ്റ്റ് ബുക്ക് കൂടെ കിട്ടിയാൽ ഞങ്ങളുടെ പുസ്തകത്തോട് ചേർക്കും എന്ന് പറയുന്നവരോട് ചോദിക്കണം, അതുകൂടെ ചേർത്താൽ നിങ്ങളുടെ കാനോൻ കംപ്ലീറ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഇല്ല എന്ന് പറയും. കാരണം ഈ കാണിക്കുന്ന പൈശാചികമായ കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ചേർത്ത് വെക്കണ്ടേ. അതിനുവേണ്ടി അവർക്ക് ബൈബിള് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഹാരി പോട്ടറിന്റെ പുസ്തകം പോലെ ഉള്ളൂ. നമുക്ക് അങ്ങനെയല്ല. സെൽഫ് ഒതന്റിക്കേറ്റഡ് സ്ക്രിപ്ചർ, സെൽഫ് ഒതന്റിക്കേറ്റഡ് സ്ക്രിപ്ചർ. അന്നേരം കാനോൻ തൽക്കാലത്തേക്ക് ഞാനങ്ങ് നിർത്തുകയാണ്. ഒരു കാര്യം അങ്ങ് പെട്ടെന്ന് പറഞ്ഞേക്കാം. കാനോൻ ക്ലോസ് ആണോ എന്നുള്ളതിന് ഞാനൊരു 3-4 കാര്യം ഓടിച്ചു പറയാം. കാനോൻ ക്ലോസ്ഡ്, അല്ലെങ്കിൽ ഒരു ഹെഡിങ് എഴുതിക്കോ, ദ ക്ലോസിംഗ് ഓഫ് ദ കാനോൻ, ദ ക്ലോസിംഗ് ഓഫ് ദ കാനോൻ. പെട്ടെന്ന് പറഞ്ഞുതരാം. കാനോൻ ക്ലോസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, പ്രധാന ഉത്തരം ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അത് ആർക്കും വേണ്ടി തുറന്നു തന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അത് ക്ലോസ്ഡ് ആണോ എന്നുള്ള ചോദ്യം വരുന്നത്? ആർക്കെങ്കിലും വേണ്ടി തുറന്നു തന്നിട്ടുണ്ടോ? ആഡ് ചെയ്യാൻ പറഞ്ഞ് നോ, ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ. ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതി പേന താഴെ വെച്ചപ്പോൾ കാനോൻ ക്ലോസ്ഡ്. കാനോൻ ക്ലോസ്ഡ്. പിന്നെ ഏർലി ചർച്ച് അത് റെക്കഗ്നൈസ് ചെയ്യാൻ, അതിന് ഞാൻ ഇങ്ങനെ സാധാരണ പറയും, ദൈവം തന്റെ സഭയ്ക്ക് എഴുതിയ എഴുത്തുകളാണെന്ന് തിരിച്ചറിയാൻ അല്പം സമയം വേണ്ടി വന്നു. ദാറ്റ്സ് ഓൾ. ആർ യു ഫോളോയിങ് മീ? പ്രൈസ് ദി ലോർഡ്. അടുത്ത ഈ കാനോൻ ക്ലോസ്ഡ് ആണെന്നുള്ളതിന് നമുക്കൊരു 3-4 ദൈവദാസന്മാരുടെ കാര്യം കൊണ്ടുവരാം. 3-4 ദൈവദാസന്മാരുടെ കാര്യം പെട്ടെന്ന് കൊണ്ടുവരാം. നമ്മള് ഐറേനീസിനെയൊക്കെ കേട്ട് മടുത്തല്ലോ അല്ലേ? എന്നാലും നമുക്ക് ഒന്നുകൂടെ പറയാം. ഞാൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. ഐറേനീസ് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് 4 സുവിശേഷമേ ഉള്ളൂ, അത് കൂട്ടാനും കുറയ്ക്കാനും പറ്റിയെന്നാണ് പറഞ്ഞത്. അന്നേരം ഐറേനിയസിന്റെ ആശയത്തിൽ ദ ഗോസ്പൽ കാനോൻ വാസ് ക്ലോസ്ഡ്. റൈറ്റ്? ഓ, നിങ്ങളൊന്ന് തലയൊന്ന് അടിക്കുക, എനിക്ക് അങ്ങോട്ടൊരു സുഖം തോന്നുന്നില്ല. ഐറേനിയസിന്റെ ഞാൻ വായിച്ചു, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ദാറ്റ് ദ ഗോസ്പൽ ക്യാൻ ബി ഐദർ മോർ ഓർ ഫീവർ ദാൻ ദ നമ്പർ ദേ ആർ. ഫോർ ഐറേനിയസ് ദ ഗോസ്പൽ കാനോൻ വാസ് സർട്ടൻലി ക്ലോസ്ഡ്. 4 സുവിശേഷമേ ഉള്ളൂ, കൂട്ടാനും കുറയ്ക്കാനും പറ്റുകയില്ല എന്നാണ് പറഞ്ഞത്. ഇന്നലെ നമ്മൾ ചിന്തിച്ച ഡൈനീഷ്യസ് പറഞ്ഞത് അവരുടെ എഴുത്തുകൾ സ്ക്രിപ്ചേഴ്സ് ഓഫ് ദ ലോർഡ്, ഞങ്ങളുടേത് ഇൻഫീരിയർ. അതിന്റെ അർത്ഥം എന്താ? കാനോൻ ക്ലോസ്ഡ്. ഓപ്പൺ ആയിരുന്നെങ്കിൽ ഇനിയും അതിനകത്തോട്ട് എഴുതി ചേർക്കാവുന്നല്ലേ പറയണ്ടേ? അല്ലെ പിന്നെ ഇവരെല്ലാവരും എന്നത്തിനാ പറഞ്ഞേക്കുന്നത്? അത് സ്ക്രിപ്ചേഴ്സ് ഓഫ് ദ ലോർഡ്, ഞങ്ങളുടെ എഴുത്തുകൾ ഇൻഫീരിയർ. അന്നേരം ഐറേനീസിന് ഗോസ്പൽ കാനോൻ ക്ലോസ്ഡ് ആണ്. ഡൈനീഷ്യസിന് അപ്പോസ്തലന്മാരുടെ എഴുത്ത് ക്ലോസ്ഡ് ആണ്. ഇനിയും നമ്മുടെ ഒരു ഫേവറേറ്റ്, പേരില്ലാത്ത ഒരു ആന്റി മൊണ്ടാനിസ്റ്റ് ഓർക്കണം കേട്ടോ, പേരില്ലാത്ത ആളാ. ഇച്ചിരി ഭയമൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ കേൾക്കുന്നു, ആളുകൾ ഇതിനോട് ആഡ് ചെയ്യാനും കുറയ്ക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെയുള്ള ധ്വനി എന്താണെന്നറിയാമോ? ആഡ് ചെയ്യരുത്, കുറയ്ക്കരുത്. കാനോൻ ഈസ് ക്ലോസ്ഡ്. ആഡ് ചെയ്യരുത്, കുറയ്ക്കരുത്. കാനോൻ ഈസ് ക്ലോസ്ഡ്. ഇനിയും ഗായോസ് ഞാൻ പറഞ്ഞല്ലോ, ഗായോസ് ആണ് വെളിപ്പാട് പുസ്തകത്തിന് അതിൻ്റെ ആ പുസ്തകത്തെ സംബന്ധിച്ച് കാര്യമായ ഒരു സംശയം പറഞ്ഞ ഒരു ചർച്ച് ഫാദർ ഗായോസ് ആണ്. AD 200 ആണ് അദ്ദേഹത്തിന്റെ കാലയളവ്. AD 200. ഗായോസ് അന്നത്തെ ഒരു ദുരുപദേശം, മൊണ്ടേനിസം എന്ന് പറഞ്ഞാൽ അവരുടെ പഠിപ്പിക്കൽ തന്നെ ഇനിയും കാനോനിക്കൽ ബുക്സിന്റെ വെളിപ്പാടുകൾ ഉണ്ട് എന്നാണ് അവർ പഠിപ്പിച്ചത്. അഥവാ ഞങ്ങളുടെ പോപ്പ് എഴുതുന്നതും പൗലോസ് എഴുതിയതും ഒരുപോലെയാണെന്ന് പറയുന്നതിന്റെ മറ്റൊരു പകർപ്പ്. പിടികിട്ടിയോ? മറ്റൊരു പകർപ്പ്. അന്നേരം ഗായോസ് പറയുക, we have only 13 books of apostles Paul. We have only 13 book of apostle Paul. എന്താണ് എന്റെ അർത്ഥം? ഇനിയും കാനോനിക്കൽ ബുക്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഗായോസ് പറയാ നോ. അതാണ് എന്റെ അർത്ഥം. ഗായോസിനും കാനോനിക്കൽ ബുക്സ് ക്ലോസ്ഡ് ആണ്. ക്ലിയർ ആയല്ലോ?
ഐറേനിയസ്, ആന്റിമോണ്ടാനിസ്റ്റ്, ഡൈനീഷ്യസ്, ഗായോസ്, ഇനി നമ്മുടെ ഫേവറേറ്റ് ഫിഗർ ഒറിഗൺ. ഒറിഗൺ പറഞ്ഞത് നമുക്ക് 27 പുസ്തകങ്ങളേ ഉള്ളൂ, only 27 ബുക്സ്. ആ പുസ്തകം അദ്ദേഹം പറഞ്ഞ നെറ്റിന്റെ കാര്യം നിങ്ങൾ ഓർക്കുന്നല്ലോ അല്ലെ? നെറ്റ്, ഒരു നെറ്റിനോട് പുള്ളി ഈ അലേഗറി ചെയ്ത കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ബിഫോർ അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ് ദിസ് നെറ്റ് വാസ് നോട്ട് wholly filled, for the net of the law and prophet had to be completed, and texture of the net has been completed in the gospel and in the words of Christ through the apostles. പഴയ നിയമ പ്രവാചകന്മാരുടെ അരുളപ്പാടിൽ ഈ നെറ്റ് കംപ്ലീറ്റ് ആയിരുന്നില്ല. യേശുവിന്റെയും അപ്പോസ്തലന്മാരുടെയും പഠിപ്പിക്കലൂടെയും ഈ നെറ്റ് കംപ്ലീറ്റ് ആയി. വി ഹാവ് only 27 ബുക്സ്. കൂട്ടുകയില്ല, കുറയ്ക്കുകയില്ല. ഫോർ ഒറിഗൺ, canon is closed. ആർക്കെങ്കിലും എഴുതി ചേർക്കാൻ പറ്റുമോ? നോ. ക്രിസ്ത്യാനിറ്റി പറ്റിയല്ല, അവരുടെയൊക്കെ മതത്തിൽ പറ്റും, നമുക്ക് അതിന് വിരോധമൊന്നുമില്ല. only 27 ബുക്സ്. ഈ 27 പുസ്തകം ഉള്ളെന്ന് പറഞ്ഞിട്ട് കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിൽ 35 പുസ്തകമുണ്ട്. 35, 36, ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് നോക്കിയില്ല, മറന്നുപോയി. എങ്കിലും 10-35 ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തോമസിന്റെ സുവിശേഷം വരെ അതിനകത്തുണ്ട്. തോമസിന്റെ സുവിശേഷം വരെ ഉണ്ട്. എനിക്ക് സങ്കടം വന്ന എന്നാന്നറിയാമോ? ഈയിടെ ഒരു മകൻ ലൈവ് ഇരുന്നോണ്ട് പറയുക, സെന്റ് തോമസ് എഴുതിയ സുവിശേഷം. ഈ മഹാന്മാര് തന്നെയാണ് പറയുന്നത് AD 50 തോമസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ള കാര്യം. AD 80 മറ്റോ ചെന്നൈ വെച്ച് മരിച്ചെന്നും എടയസേരിക്ക് ബോഡി കൊണ്ടെന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് മരിക്കുകയും ഇന്ത്യയിൽ പോവുകയും ചെയ്ത തോമസ് എങ്ങനെയാണ് AD 180 ഈ എപ്പിസോഡ് ഈ സുവിശേഷം എഴുതുന്നത്? അല്ലെ AD 150 ശേഷം? ഇതെല്ലാം ഈ എന്നാ പറയാ, വൈകാരികമായ പ്രതികരണങ്ങളാണ്. ജനത്തെ, ഈ പാവങ്ങളായ ജനത്തെ, നമുക്കറിയാം നമ്മുടെ വീട്ടുകാരൊക്കെ ഓർത്തഡോക്സുകാരൊക്കെയാണ് കൂടുതൽ. നിഷ്കളങ്കരാണ്, പാവങ്ങളാണ്. പലരുടെ മുന്നിൽ പോയി കൈവപ്പിക്കുന്നത് കണ്ടിട്ടില്ല. വെറും ശുദ്ധന്മാരാണ്. എന്നെ ചെയ്യാനാന്ന് പറ. ഇവരെ കളിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുന്ന എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ശുശ്രൂഷകന്മാരായിട്ടുള്ളവർ ദയവായിട്ട് ഈ കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ട് പഠിക്കണം. ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കണം. നിങ്ങൾ എല്ലാവരുടെ ഒരു സെമിനാറിലെ സ്റ്റുഡൻസ് ആയിരുന്നെങ്കിൽ ഞാൻ കമ്പൽസറി ആയിട്ട് നിങ്ങളെ കൊണ്ട് ഞാനിത് പഠിപ്പിച്ചേനെ. പക്ഷെ എന്നാ പറയാനാ? ഓക്കെ, എൻ്റെ ആ വിഷമം കൊണ്ട്, എൻ്റെ ഭാരം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് പഠിക്കണം. ഇത് പഠിക്കുമ്പോൾ തന്നെ അറിയാം ഇവരുടെ എല്ലാ നൂലുകെട്ടുകളും പൊട്ടിപ്പോക്കോളും. ഒരതോറിറ്റിയും ചരിത്രപരമായിട്ട് ഇല്ല. ഞാൻ ഈ പറഞ്ഞതിനെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമോ വിശദീകരണമോ ഒക്കെ വേണമെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി. ഞാൻ ആ പറഞ്ഞതിനെല്ലാം, കോട്ടിങ്ങിനെല്ലാം അവരവരുടെ എഴുത്തുകളിൽ നിന്ന്, അല്ലെങ്കിൽ ആ പൈറേനിയസ് പറഞ്ഞാണെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന്, ജസ്റ്റിൻ മാർട്ടിർ പറഞ്ഞാണെങ്കിൽ, ഡൈനീഷ്യസ് പറഞ്ഞാണെങ്കിൽ, അല്ലെങ്കിൽ ഇസൂബിയസ് പറഞ്ഞാണെങ്കിൽ, എല്ലാം നമുക്ക് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ വി ഹാവ് ഡയറക്റ്റ് റെഫറൻസസ്. നമ്മുടെ പുസ്തകം 27 പുസ്തകത്തിന്റെ കാനോൻ ക്ലോസ്ഡ് ആണ്. ഇനി അതിനോട് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പറ്റിയല്ല. ഞാൻ അതിനെ ഇങ്ങനെ പറഞ്ഞ് ആ വാക്കുകളെ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ശ്രദ്ധിച്ചു കേട്ടോളുക. ദ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആൻഡ് പാട്രിസ്റ്റിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ എഴുത്തുകൾ, സജസ്റ്റ് ദാറ്റ് under the guidance of God providential hand and through the work of the Holy Spirit, early church rightly recognized these 27 books as the books that had been given to them as the final and authoritative deposit of the Christian faith. 27 പുസ്തകമേ നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിട്ട് അപ്പോസ്തലന്മാർ എഴുതി നൽകിയിട്ടുള്ളൂ. 28ാമത് ഒരു പുസ്തകം എഴുതി നൽകിയിട്ടില്ല. only 27 ബുക്സ്. കാനോനെ നമ്മൾ തൽക്കാലം നിർത്തി. ഇനി നമുക്ക് ഏർലി ചർച്ചിലേക്ക് ഒന്ന് ഓടിപ്പോവാം. ഏർലി ചർച്ച് 2ാം നൂറ്റാണ്ടിലെ സഭ. 1ാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ
പുതിയ നിയമം വായിച്ചാൽ മതി. 2-ാം നൂറ്റാണ്ടിലെ സഭയിലേക്ക് നമുക്കൊന്ന് ഓടിപ്പോവാം. 2-ാം നൂറ്റാണ്ടിലെ സഭ, അതെനിക്ക് വിശദമായിട്ട് പറയാൻ സമയമില്ല. വളരെ പെട്ടെന്ന് ഞാൻ അതിന് ഒരു വിശദീകരണം പറയാം. വളരെ പെട്ടെന്ന്, വളരെ പ്രാർത്ഥനയോടെയും ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. സെക്കൻഡ് സെഞ്ചുറി ഫസ്റ്റ് സെഞ്ചുറിയിൽ നമുക്കറിയാമല്ലോ എങ്ങനെയായിരുന്നു സഭയുടെ ശുശ്രൂഷകൾ എങ്ങനെയായിരുന്നു, സഭ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് വി ഹാവ് സോളിഡ് എവിഡൻസസ്. അതിനെപ്പറ്റി ഒരു സംശയമില്ല. 2-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ക്രിസ്തീയ സഭ ഭയങ്കരമായിട്ട് വളർന്നു. ലക്ഷക്കണക്കിന് ആളുകളായി എന്ന് തന്നെ പറയുന്നത് സംശയിക്കേണ്ട, അതുപോലെ വളർന്നു. ആ വളർന്ന സ്ഥലത്തെ പറ്റി പ്ലൈനി PLINY പ്ലൈനി ദ യങ്ങർ, റോമൻ ഗവർണർ ആയിരുന്ന ഒരു പ്ലൈനി എന്ന് പറയുന്ന ഒരു ചരിത്രകാരനും കൂടിയായിരുന്നു പ്ലൈനി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയെ പറ്റി അദ്ദേഹം സ്ഥലങ്ങളുടെ പേര് പറഞ്ഞാണ്. പാലസ്തീനിലോട്ട് മുഴുവനായി, ഏഷ്യ മൈനർ അറിയാമല്ലോ, പൗലോസ് യാത്ര ചെയ്ത ആ എഫെസോസും ചുറ്റുമുള്ള ആ സ്ഥലങ്ങളും അങ്ങോട്ടെല്ലാം സഭ വളർന്നു. സിറിയയിലേക്ക് സഭ വളർന്നു, മാസിഡോണിയയിലേക്ക് സഭ വളർന്നു, ഗ്രീസിലേക്ക് സഭ വളർന്നു, റോമിലേക്ക് സഭ വളർന്നു, പ്രോബബിളി ഈജിപ്തിലോട്ടും സഭ വളർന്നു എന്നാണ് പ്ലൈനി പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് സെഞ്ചുറിയിലെ കാര്യമാണ്. പ്ലൈനിയുടെ ആ കാലഘട്ടം AD 111 അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചേക്കുന്ന വില്ലേജിലും റൂറൽ ഡിസ്ട്രിക്റ്റിലും എവിടെ ചെന്നാലും ക്രിസ്ത്യാനികളാണെന്ന് അവർ, എവിടെ ചെന്നാലും ക്രിസ്ത്യാനികളാണെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാം, സെക്കൻഡ് സെഞ്ചുറിയിൽ വളരെ വിശാലമായ ഒരു വളർച്ച ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടായിരുന്നു. വളരെ വിശാലമായ ഒരു വളർച്ച. ഇവിടെയൊക്കെ കൈവപ്പിന്റെ കാര്യം വരുമ്പോൾ പ്രശ്നമാവും. ഇവിടെയല്ലേ എത്ര പേരെ കൈവച്ച് അയക്കൂന്നൂടെ നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. കാര്യം 12 പേരെ പീറ്ററിന് കൈവെക്കാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. 12 പേരെ പീറ്ററിന്റെ മരണശേഷം ഈ 12 പേർക്ക് 12 പേരെ ഈച്ച് 12 ഈച്ച്. നമ്മൾ അത്രയും കഥയൊക്കെ പറഞ്ഞു പോയാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വേണ്ട. ഇത്രയേടുത്ത സഭ ഭയങ്കരമായിട്ട് വളരുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ 6 അധ്യായം വായിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി ഈസ് ദ പാർട്ട് ഓഫ് ജൂഡായിസം, റൈറ്റ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളും, പ്രത്യേകിച്ച് യഹൂദന്മാരായിരുന്നു ആദ്യത്തെ ക്രിസ്ത്യാനികള്, അവര് ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുമ്പോഴും യഹൂദ മതം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പല കാര്യത്തിൽ. പൗലോസിനെയും തിമോത്തിയോസിനെയും ഒക്കെ എടുത്താൽ മതി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി ഒടുവിലേക്ക് വന്നു കഴിയുമ്പോൾ യഹൂദന്മാരെ അവരും ഞങ്ങളും എന്നൊരു തിരിവ് കാണാം. അവരും ഞങ്ങളും, ശ്രദ്ധിച്ചാൽ മതി. അസ് അന്തം, അവരും ഞങ്ങളും ഒരു തിരിവ് വരുന്നു. 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലേക്ക് ആകുമ്പോഴത്തേക്ക് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി ഓൾമോസ്റ്റ് സെപ്പറേറ്റ് ആയി എന്നുള്ളതിന് തെളിവാണ് യഹൂദന്മാരും വളരെയധികം പീഡിപ്പിക്കാൻ തുടങ്ങി, റോമാക്കാരും പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. നമുക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല. അന്നേരം യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി സെക്കൻഡ് സെഞ്ചുറി ആയപ്പോഴത്തേക്ക് സെപ്പറേറ്റ് വിങ് ആവുന്നു. ഓർക്കാവല്ലോ, സെപ്പറേറ്റ് വിങ് ആവുന്നു. എന്നിട്ട് സെപ്പറേറ്റ് വിങ് ആയി എന്നതിന് നമുക്ക് ഒത്തിരി ദൈവദാസന്മാരുടെ സാക്ഷ്യമുണ്ട്. ഞാൻ 1-2 പേരുടെ കാര്യം മാത്രം ഒന്ന് പറയാം. അതിനകത്തെല്ലാം നമ്മൾ ഇഗ്നേഷ്യസും ഒക്കെയാണ് കേട്ടോ, ഇഗ്നേഷ്യസിനെ ഒക്കെയാണ് കൊണ്ടിരുന്നത്. ഇഗ്നേഷ്യസ് പറഞ്ഞത് ഇറ്റ് ഈസ് ഔട്ട്ലാൻഡിഷ് ടു പ്രൊക്ലെയിം ജീസസ് ക്രൈസ്റ്റ് ആൻഡ് പ്രാക്ടീസ് ജൂഡായിസം. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ക്രിസ്ത്യാനിറ്റി പ്രൊക്ലെയിം ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ജൂഡായിസം ക്രിസ്ത്യാനിറ്റി യേശുവിനെ പ്രൊക്ലെയിം ചെയ്യുകയും ജൂഡായിസം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത് നടക്കുന്ന കാര്യമല്ലെന്നാണ് നമ്മളിപ്പോ പറഞ്ഞ ഇഗ്നേഷ്യസ് പറഞ്ഞത്. ഡിഡാക്കെ ഞാൻ കാണിച്ചായിരുന്നല്ലോ. ഇതാ ഡിഡാക്കെ 100-ലാണ് ഡേറ്റ് പറയുന്നത്, AD 100. അതിനകത്ത് പരീശന്മാര് ഉപവസിക്കുന്ന ദിവസവും ക്രിസ്ത്യാനികൾ ഉപവസിക്കുന്ന ദിവസവും രണ്ടായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഉദാഹരണം, അവര് ചൊവ്വായും വ്യാഴവും ആണെങ്കിൽ നമ്മൾ ബുധനും വെള്ളി, ഞാൻ അതിന്റെ കൃത്യം എടുത്തു നോക്കാൻ മറന്നുപോയി. ഫാസ്റ്റിങ്ങിന്റെ ഡേറ്റ്, ദിവസം ഡേ വ്യത്യാസമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം ഡിഡാക്കയും പറയുമ്പം ജൂഡായിസും ക്രിസ്ത്യാനിറ്റിയും 2ആയിട്ടാണ് പറയുന്നത്. അതുപോലെ ജസ്റ്റിൻ മാർട്ടിയറും
പോളികാർപ്പും അവരുടെ എല്ലാ എഴുത്തുകളും വായിച്ചാൽ ക്രിസ്ത്യാനിറ്റി സെപ്പറേറ്റ് ആണ്, ജൂഡായിസത്തിന്റെ ഭാഗമല്ല, സെപ്പറേറ്റ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും ഒരു റോമൻ ഹിസ്റ്റോറിയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എ ക്ലാസ് ഓഫ് മെൻ ഗിവൺ എ ന്യൂ ആൻഡ് മിസ്ചീവിയസ് സൂപ്പർസ്റ്റിഷൻ എന്നാണ് ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വേറെ സെപ്പറേറ്റ് വിങ് ആണ്, അത്രയും ഓർത്താൽ മതി. വേറെ സെപ്പറേറ്റ് വിങ് ആയിട്ടാണ് അവർ പറഞ്ഞത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇത് രണ്ടും ആരംഭത്തിൽ ഒരുപോലെ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞതിന്റെ ആകെ അർത്ഥം, ഏർലി ക്രിസ്ത്യാനിറ്റി യഹൂദന്മാരിൽ നിന്ന് 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി രണ്ടായി. അതൊന്നായിരുന്നില്ല. അത് അങ്ങനെ രണ്ടായെന്ന് പറയാനുള്ള കാരണം, ഈ 12 പേരെയൊക്കെ തെരഞ്ഞെടുക്കുന്ന സിസ്റ്റം ജൂവിഷ് റെബനിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. 12 പേരെ, യേശു 12 പേരെ തിരഞ്ഞെടുത്തു. അന്നത്തെ കാലത്ത് 12-ന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം 12 പുരുഷന്മാരുണ്ടെങ്കിലേ സിനഗോഗിൽ യോഗം നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ പുഴവക്കത്ത് കൂടേണ്ടി വരും എന്നാ പറയും. 12 എന്നുള്ള കണക്ക് വരുന്നത് യഹൂദ ഗോത്രത്തിന്റെ സംഖ്യയ്ക്കൊത്തവണ്ണം 12. യഹൂദ ഗോത്രത്തിന്റെ സംഖ്യയ്ക്കൊത്തവണ്ണം 12. അതാണ് 12. അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ലേ, 12 ഗോത്രത്തെയും വാഴും എന്ന് പറയുന്നുണ്ട്. 12-ന് പ്രത്യേകതയുണ്ട് അവർക്ക്. നമുക്ക് 7-നൊക്കെ നമ്മൾ പ്രത്യേകത പറയാറില്ല, 7-നൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് 12-നാണ് പ്രത്യേകത. പക്ഷേ ഈ കൈവെപ്പ് അങ്ങനെ തന്നെയാണ്. 12 പേർക്ക് കൈവെക്കാം, 12 ഡിസൈപ്പിൾസിനെ ആകാം. അതാണ് ഓർത്തഡോക്സുകാർ പറയുന്നത്. പത്രോസിന് 12 പേരെ കൈവെക്കാം. പക്ഷെ നമുക്ക് അവിടെ ന്യായമായിട്ട് ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യാവുന്നൊരു കാര്യം, യഹൂദന്മാരും ക്രിസ്ത്യാനിയായിട്ട് എന്ത് ബന്ധം? 12 ഗോത്രം നമ്മളുമായിട്ട് എന്ത് ബന്ധം? കിട്ടിയോ? 2-ാം നൂറ്റാണ്ടില് ഗ്രീസിലോട്ടും റോമിലോട്ടും ഏഷ്യ മൈനറിലോട്ടും പാലസ്തീനിലോട്ടും സിറിയയിലോട്ടും എല്ലാ സഭ വളർന്നു. ഈ 12 നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഹലോ, ഒരുവിധമൊക്കെ വല്ലാതൊന്നും മനസ്സിലാകുന്നില്ല, ബുദ്ധിമുട്ടാന്ന് എനിക്കറിയാം. എന്നാലും ഈ പുള്ളി പറയുന്നതിനകത്ത് കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. കാര്യം എല്ലാം പിടികിട്ടിയില്ലേലും ഓക്കെ, നമുക്ക് അത്രയും കാര്യം. ഏറെ ക്രിസ്ത്യാനിറ്റി അങ്ങനെ ആയിരുന്നു. ഇത് സെപ്പറേറ്റ് ആയി. സെപ്പറേറ്റ് ആയെന്ന് മാത്രമല്ല, നമുക്ക് സെപ്പറേറ്റ് ആയെന്നുള്ളതിന് നിരവധി തെളിവുണ്ട്. സെപ്പറേറ്റ് ആയതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്, ഒരു ക്രിസ്ത്യാനിറ്റിക്കകത്ത് ക്ലാസും കാസ്റ്റും ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഒരുപോലെ. പിന്നെ നിങ്ങൾ 2-ാം നൂറ്റാണ്ടിന്റെ ക്രിസ്ത്യാനിറ്റി പഠിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരെക്കാൾ മെമ്പർഷിപ്പ് സഹോദരിമാർക്കായിരുന്നു. കാര്യം അന്നത്തെ ഒരു റോമൻ കൾച്ചർ വെച്ച് സഹോദരിമാർ ഒരു അടിമകളെ പോലെ ജീവിക്കണമെന്നും ഭർത്താക്കന്മാർക്ക് സർവ്വസ്വാതന്ത്ര്യം സകല കാര്യത്തിനും ഉണ്ടെന്നും, എന്നാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഡോക്ട്രിൻ ഭയങ്കര കംഫർട്ടബിൾ ആയി തോന്നിയത് കൊണ്ട് അന്നത്തെ ചരിത്രകാരന്മാര് പറയുന്ന സഹോദരിമാര് അവരുടെ പിള്ളേരെ എല്ലാം പിടിച്ചുകൊണ്ട് ഇങ്ങനത്തെ വീടുകളിൽ പോകുന്നു എന്നൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. യോഗത്തിന് പോകുന്നതാണ്. ഇന്നും ശരിയല്ലേ? നമ്മുടെ ഇടയിൽ ആന്റിമാരും സഹോദരിമാരും എന്നെ ഒന്നും പറഞ്ഞേക്കരുത്, ഇന്ന് ഈക്വൽ ആയിട്ട് ലോകത്തിൽ ഒരു റിലീജിയൻ ബോത്ത് ജെൻഡേഴ്സിനെ കാണുന്നെങ്കിൽ ഏത് റിലീജിയൻ ആണത്? ക്രിസ്ത്യാനിറ്റി. ഇസ്ലാം, ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി മാത്രമേ ഉള്ളൂ. അത് 2nd സെഞ്ചുറിയിൽ അതുകൊണ്ട് സഹോദരിമാരായിരുന്നു സഭയിൽ കൂടുതൽ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇന്നും അവർ തന്നെയാണ് കൂടുതൽ. എന്താ കാരണം? പല കാരണങ്ങളിൽ ഒരു കാരണം ഇവിടുത്തെ ഡോക്ട്രിനാണ്, ഇക്വാളിറ്റിയാണ്, ശുശ്രൂഷയ്ക്കുള്ള സാഹചര്യങ്ങളാണ്. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇനിയും ചർച്ച് ലീഡർഷിപ്പ്, ചർച്ചിലെ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചർച്ച് ലീഡർഷിപ്പിനെ പറ്റി പറയാം. അന്നത്തെ കാലത്തെ സഭയിലെ ശുശ്രൂഷകന്മാരെ വിളിച്ചുകൊണ്ടിരുന്ന 2 പേരാണ്, ബിഷപ്പ് ആൻഡ് പ്രസ്ബിറ്റർ. ബിഷപ്പ് ആൻഡ് പ്രസ്ബിറ്റർ 2 പേരാണ്. സഭയിലെ ലോക്കൽ പാസ്റ്ററിനെ വിളിച്ചതാണ് ബിഷപ്പും പ്രസ്ബിറ്ററും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ ഈ ബിഷപ്പ് എന്ന് പറഞ്ഞാലും പ്രസ്ബിറ്റർ എന്ന് പറഞ്ഞാലും പാസ്റ്റർ എന്ന് പറഞ്ഞാലും എൽഡർ എന്ന് പറഞ്ഞാലും ഒരാളാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ പാസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ആക്ട്സ് ചാപ്റ്റർ 28 മുതൽ താഴോട്ട് വായിക്കുക, 26 ആ ഭാഗം താഴോട്ട് വായിക്കുക. 1 പീറ്റർ 5:1-5 വായിക്കുക. എന്നിട്ട് അവിടെ നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആടുകളുടെ മേൽ എന്നൊക്കെ പറഞ്ഞ വാക്യത്തിനകത്തുനിന്ന് അധ്യക്ഷൻ,
ആടുകളെ മേയിക്കുന്ന ഇടയൻ, മൂപ്പന്മാരെ എന്ന് പറഞ്ഞിട്ടാണ് ആ നിയോഗങ്ങൾ അവർക്ക് നൽകുന്നത്. അങ്ങനെയെങ്കിൽ മൂപ്പൻ, അധ്യക്ഷൻ, ഇടയൻ, ഇതെല്ലാം ഒരാളാണ്. അതുകൊണ്ടാണ് ഏർലി ചർച്ചിൽ ബിഷപ്പ് എന്നും പ്രസ്പിറ്റർ എന്നുമാണ് വിളിച്ചത്. ഞാൻ അതിന്റെ ഗ്രീക്ക് വേർഡ് ചുമ്മാ ഒന്ന് പറയാം, ഓർത്തിരിക്കുവാണെങ്കിൽ ഒന്നിരുന്നോട്ടെ. എൽഡർ എന്ന് പറഞ്ഞാൽ മൂപ്പൻ എന്ന വാക്കിന് അതിന്റെ ഗ്രീക്കാണ് പ്രസ്പിറ്ററോസ്. നമ്മളിപ്പോ പ്രസ്പിറ്റർ എന്ന് പറഞ്ഞാൽ സംതിങ് എൽസ്. നമ്മുടെ കുഴപ്പം തന്നെയാ കേട്ടോ. പിന്നെ നമ്മുടെ കുഴപ്പമാണല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുഴപ്പം തന്നെയാ. പ്രസ്പിറ്ററോസ് എന്ന വാക്കിനെയാണ് എൽഡർ എന്ന വാക്കിന്റെ മലയാളമാണ് മൂപ്പൻ. അതുകൊണ്ടാണ് ബ്രദറുകാര് വാസ്തവത്തിൽ മൂപ്പൻ എന്നാണ് വിളിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഏർലി ചർച്ചിൽ അങ്ങനെയായിരുന്നു. എൽഡേഴ്സ്, മൂപ്പൻ. പാസ്റ്റർ ആണ് വാസ്തവത്തിൽ മൂപ്പൻ. പക്ഷെ നമ്മുടെ ചർച്ചകളിൽ പ്രായമുള്ള ആളെയാണ് മൂപ്പൻ എന്ന് വിളിക്കുന്നത്, അല്ലേ? അത് അടുത്ത കമ്മിറ്റിയിൽ തിരുത്തണം. മൂപ്പൻ അല്ലത്, മൂപ്പൻ പാസ്റ്ററാണ്. നമ്മൾ തമ്മിൽ ഇപ്പൊ 10,000-15,000 മൈൽ ദൂരെയല്ലേ. എനിക്ക് എന്തും പറയാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഞാന് സൗദിയിലോ പറ്റാന്ന് തോന്നുന്നു ഒരിടത്ത് ഇങ്ങനെ ബൈബിൾ ക്ലാസ് എടുത്തപ്പം ദൈവസഭ പഠിപ്പിക്കാൻ നേരത്തെ മൂപ്പൻ തന്നെയാണ് പാസ്റ്റർ എന്ന് പറഞ്ഞപ്പം യോഗം കഴിഞ്ഞപ്പോ അടുത്തിരുന്ന അച്ചായനോട് ഒരു വിശ്വാസി പറഞ്ഞു, അച്ചായ ലഡു മേടിച്ചു തരണമെന്ന് പറഞ്ഞു. ലഡു അച്ചായൻ ചോദിച്ചു, അച്ചായ എന്തിനാ? അച്ചായൻ മൂപ്പനായിരുന്നു. ഇന്നാ ഞങ്ങൾക്ക് മനസ്സിലായ അച്ചായനും പാസ്റ്ററാന്നുള്ള കാര്യം. ഇത്രയും കാര്യം പുള്ളി മൂപ്പനായിട്ട് ഇങ്ങനെ പുറകെ വെച്ചേക്കായിരുന്നു. എന്നിട്ട് അച്ചായനും പാസ്റ്ററാന്ന് മനസ്സിലായതുകൊണ്ട് ലഡു മേടിച്ചു തരണം എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നത്. എന്റെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത്. ആട്ടെ, എൽഡർ, പ്രസ്പിറ്ററോസ്. ഇനിയും എപ്പിസ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ അവിടെ ഓവർസിയർ എന്ന് പറഞ്ഞാൽ എന്നാ? അധ്യക്ഷത ചെയ്തു കൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ ഓവർസീഡ് ചെയ്തു കൊള്ളുവീൻ. പിടികിട്ടിയോ? എങ്ങനെ ഓവർസീഡ് ചെയ്യുന്നേ? അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓവർസീഡ് ചെയ്യുക അങ്ങനെ നോക്കുന്ന കാര്യത്തിനാണോ? നോ. ആത്മീയ കൺട്രോളിങ്ങിനാണ് പറയുന്നത്, ഓവർസീഡിങ്. ആ ഓവർസീഡിങ് എന്നുള്ളതിന് എപ്പിസ്കോപ്പോസ് എന്ന ഗ്രീക്ക് വേർഡാണ്. അതിനാണ് എപ്പിസ്കോപ്പ, കോർ എപ്പിസ്കോപ്പ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അർത്ഥം പാസ്റ്റർ എന്ന് തന്നെയാണ്. ഞാൻ ഈയിടെ എന്തൊരു ലൈവിൽ പറഞ്ഞപ്പം ബിഷപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവന്റെ ഭൂതി കൊള്ളാവുന്ന ഒരാൾ അടി എഴുതി വെച്ചേക്കുക. ബോധം വെളിവുള്ളവരോട് പറഞ്ഞിട്ടില്ല കാര്യമുള്ളൂ. പിടികിട്ടിയോ? എന്റെ ലൈവിന്റെ അടി കൊണ്ടുവരാൻ എഴുതി വെച്ചാൽ ഞാൻ പിന്നെ അതിനൊന്നും പ്രതികരിക്കാൻ നിലവിൽ പോകാറില്ല. നമുക്ക് ആവശ്യത്തിന് ജോലിയുണ്ട്, എന്തിനാ വെറുതെ ഇതിന്റെ പുറകെ പോന്നെ? അന്നേരം ഏർലി ചർച്ചിലെ ശുശ്രൂഷകന്മാരെ വിളിച്ചത് പ്രസ്പിറ്റർ, അല്ലെങ്കിൽ എപ്പിസ്കോപ്പോസ്, അല്ലെങ്കിൽ എൽഡർ, അല്ലെങ്കിൽ എൽഡർ എന്നുള്ളതിന് ഗ്രീക്ക് പ്രസ്പിറ്ററോസ്. എല്ലാത്തിന്റെ അർത്ഥം ഒന്നാണ് എന്ന് മാത്രമല്ല, ഇനി അതിനകത്ത് രസകരമായൊരു കാര്യമുണ്ട്. രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് എൽഡറിനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ഡിഡാക്കയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് എൽഡറിനെ അപ്പോയിന്റ്, ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എങ്ങനെയാണ് എൽഡറിനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ഡിഡാക്കയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന വാക്യം ഇങ്ങനെയാണ്. ഒരു മിനിറ്റ്. ദൈവസഭയോട് പറഞ്ഞേക്കാണ് എങ്ങനെയാണ് ദൈവദാസന്മാരെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. ഡിഡാക്കെ ചാപ്റ്റർ 15 വേഴ്സ് 5. ഇതും എടുത്തോണ്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് ഡിഡാക്കെ ഉണ്ടെന്നും പറഞ്ഞു കേട്ടോ. ഇതെടുത്തോണ്ടാണ് വരുന്നത്. ഡിഡാക്കെ ഞങ്ങൾക്കുണ്ട്, ഇത് അതോറിറ്റേറ്റീവ് ആണ്. അങ്ങനെയെങ്കിൽ ഡിഡാക്കെ വായിച്ചാൽ തന്നെ കൈവെപ്പിന്റെ പിന്തുടർച്ച പൊളിയാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഡിഡാക്കെ ചാപ്റ്റർ 15 വേഴ്സ് 1. നിങ്ങൾ ഈ പുസ്തകം മേടിച്ചത് വായിച്ചു നോക്കണം കേട്ടോ. ജസ്റ്റ് 20-30 പേജേ ഉള്ളൂ. എൻ്റെ ഇംഗ്ലീഷ് ഒരു സുഖമില്ല, വായിക്കാൻ ഇച്ചിരി പാടാണ്. ഗ്രീക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഗ്രീക്കിൽ അത് നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഡിഡാക്കയ്ക്ക് അത് പറയാണ്, ഇലക്ട് ഫോർ യുവർസെൽഫ് ബിഷപ്പ് ആൻഡ് ഡീക്കൻസ് who are worthy of the Lord, gentlemen who are not fond of money, who are true and approved. എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചേക്കുന്നത് ലോക്കൽ സഭയോട് പറയുക, അപ്പോയിന്റ് ഫോർ യുവർസെൽഫ് ബിഷപ്പ് ആൻഡ് ഡീക്കൻസ് വർത്തി ഓഫ് ദ ലോർഡ്. അങ്ങനെങ്കിൽ സഭയിൽ ശുശ്രൂഷകന്മാരെ അപ്പോയിന്റ് ചെയ്തത് ആരാ?
അന്ത്യോക്യ സഭ പ്രാർത്ഥിച്ച് ശുശ്രൂഷ കേൾപ്പിച്ചതുപോലെ തന്നെ ഡിഡാക്കകത്ത് എഴുതി വെച്ചേക്കുക, സഭയോട് പറഞ്ഞേക്കുക, അപ്പോയിന്റ് ഫോർ യുവേഴ്സെൽഫ് ബിഷപ്പ് ആൻഡ് ഡീക്കൻസ്. സഭയാണ്, അല്ലാതെ കൈവച്ച് പോപ്പ് കൂടെയുണ്ട 12 പേർക്ക് ഇടമുറിയാത്ത കൈവപ്പ് കൊടുത്ത് ബിഷപ്പാക്കിയെന്നല്ല. ലോക്കൽ സഭയോട് പറഞ്ഞേക്കാണ്, നിങ്ങൾ അവരെ അപ്പോയിന്റ് ചെയ്യണം. ഇതല്ലേ വാസ്തവത്തിൽ നമ്മുടെ കൂട്ടായ്മകളല്ലേ ഇതിനോട് ചേർന്ന് പോകുന്നേ? റൈറ്റ് ആണോ? ലോക്കൽ ചർച്ചാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്, ലോക്കൽ ചർച്ച്. ഇനിയും എനിക്കതെല്ലാം വായിക്കാൻ സമയമില്ല. അന്നേരം ഡിഡാക്കെ 15:1 സഭയോട് പറഞ്ഞേക്കാണ് അപ്പോയിന്റ് യുവർ ബിഷപ്പ്. അത് നമുക്ക് നിരവധി കാര്യങ്ങൾ കാണാം. ഇനിയും ക്ലെമന്റ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. ക്ലെമന്റ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അപ്പോയിന്റ് ചെയ്യുമ്പം ബിഷപ്പ് ഇലക്റ്റഡ് ബൈ ദ ലോക്കൽ ചർച്ച് മറ്റൊരു ശുശ്രൂഷകനും അവിടെ ഉണ്ടായിരിക്കണം എന്ന് ക്ലെമന്റ് പറഞ്ഞിട്ടുണ്ട്. ക്ലെമന്റ് മറ്റൊരു ശുശ്രൂഷകനും അവിടെ ഉണ്ടായിരിക്കണം. ഞാനങ്ങനെ ഇങ്ങനെ ചുരുക്കി പറയാം. ഒരു സഭയിൽ ഒന്നിലധികം ബിഷപ്പുമാരുണ്ടായിരുന്നു. ബിഷപ്പിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ലോക്കൽ ചർച്ച് തന്നെയാണ്. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് അവരുടെ ആത്മീയ ക്വാളിറ്റിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് പരിചയമില്ലാത്ത, ഞാൻ ഈ കൈവപ്പിന്റെ പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ട് പോലും കാണുക കൂടുതൽ ആളുകളും, കാരണം നമുക്കതൊന്നും വായിക്കാനോ അല്ലെങ്കിൽ നമുക്കതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കൈവച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചപ്പോഴും അവര് കൈമാറിക്കൊടുത്തത് ഡോക്ട്രിനാണ്. അതെപ്പോഴും ഓർത്തോണം, ഡോക്ട്രിനാണ് കൈമാറിയത്, അല്ലാതെ പാപം ക്ഷമിക്കാനുള്ള അധികാരമല്ല. ഡോക്ട്രിനാണ് കൈമാറിയത് എന്നതിന് ഏറ്റവും സ്പഷ്ടമായ തെളിവ് എന്താണെന്നറിയാവോ? ഡോക്ട്രിൻ തെറ്റിച്ചവരെ സഭ പുറത്താക്കി എന്നതാണ് സ്പഷ്ടമായ തെളിവ്. ക്ലിയർ ആയോ? ഡോക്ട്രിൻ കൈമാറി, ഡോക്ട്രിൻ തെറ്റിച്ചവൻ ഔട്ട്. അതിൽ നിന്ന് തന്നെ അർത്ഥം വ്യക്തമല്ലേ? കൈമാറി കിട്ടിയ ഉപദേശത്തിൽ നിന്ന് മാറിയവനെ സഭ പുറത്താക്കിയെങ്കിൽ എന്താണ് അവർക്ക് കൈമാറാനായിട്ട് ലഭിച്ചത്? ഡോക്ട്രിൻസ്, ഫെയ്ത്ത്. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പാപക്ഷമയ്ക്കുള്ള അധികാരമാണ് കൈമാറി കിട്ടിയത്, അപ്പോസ്തോലിക പിന്തുടർച്ച ഞങ്ങൾക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, ഉണ്ട്. എന്താണ് അപ്പോസ്തോലിക പിന്തുടർച്ച? ഡോക്ട്രിന്റെ കൈമാറ്റമാണ്. ആ ഡോക്ട്രിൻ കൈമാറി കിട്ടി. ഡോക്ട്രിൻ തെറ്റിച്ച അറിയൂസിനെ സഭ പുറത്താക്കി, ഡോക്ട്രിൻ തെറ്റിച്ച നെസ്റ്റോറിയനെ സഭ പുറത്താക്കി, ഡോക്ട്രിൻ തെറ്റിച്ച മൊണ്ടേനിനിസത്തെ സഭ പുറത്താക്കി, ഡോക്ട്രിൻ തെറ്റിച്ച സെബിലിയൻ എന്ന് പറയുന്ന കൾട്ടിനെ സഭ പുറത്താക്കി. ചുരുക്കി പറഞ്ഞാൽ വ്യക്തികളെക്കാൾ പ്രാധാന്യത ഉപദേശത്തിനാണ് ഏർലി ചർച്ച് കൊടുത്തത്. അതുകൊണ്ടാണ് വ്യക്തികളെ പുറത്താക്കിയത്. ആ സെന്റൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ. അന്നേരം ബിഷപ്സ് ഉണ്ടായിരുന്നു, ലോക്കൽ ചർച്ചാണ് അവർ അപ്പോയിന്റ് ചെയ്തത്. ഇനിയും ചർച്ചിന്റെ ഇത് സഭായോഗം എവിടെയാണ് നടന്നതെന്നൂടെ പറയാം. സഭായോഗം നടന്നത് പ്രധാനമായിട്ടും 3 നടന്നെന്നാണ് നമ്മൾ ചർച്ച് ഹിസ്റ്ററി വായിക്കുന്നത്. ഒന്ന്, സൗകര്യമുള്ള വീടുകളിൽ നടന്നു. 2-ാം നൂറ്റാണ്ടിൽ സൗകര്യമുള്ള വീടുകളിൽ നടന്നു. 3, ഈ വാടകയ്ക്കെടുത്ത ബാത്ത് ഹൗസസ് എന്ന് പറയും. ബാത്ത് ഹൗസ്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ബാത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ വലിയ വീട്, ആ വീടിന്റെ നടുക്ക് കുളം ഉള്ള അങ്ങനത്തെ വീടുകളാണ് ഏർലി ക്രിസ്ത്യാനിറ്റി സഭായോഗത്തിനായിട്ട് വാടകയ്ക്കെടുത്തിരുന്നത് എന്ന് നമുക്ക് ചില സൂചനകൾ ചരിത്ര പുസ്തകത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയും. അത് ചില സൂചന എന്ന് പറയുമ്പം ജസ്റ്റിൻ മാർട്ടിയറോട് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് സഭായോഗം കൂടുന്നത്? റോമൻ ഗവൺമെന്റ് പിടിച്ചു ജസ്റ്റിനെ. അന്നേരം അദ്ദേഹം എവിടെ സഭായോഗം കൂടുന്നത് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത്, ഐ ആം സ്റ്റേയിങ് എബവ് ദ ബാത്ത് ഓഫ് സെർട്ടൻ മാർട്ടിനസ്. മാർട്ടിനസ് അടിച്ചു കൊടുത്താൽ മതി, ആ ബിൽഡിങ്ങിന്റെ ഷേപ്പും എല്ലാം നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ സഭായോഗം കൂടുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെന്നാണ് ജസ്റ്റിൻ മാർട്ടിൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ വേറെ ഏതൊക്കെ സഭയുണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്, ഐ ഹാവ് നോട്ട് നോൺ എനി അതർ മീറ്റിംഗ് പ്ലേസ് ബട്ട് ഹിയർ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ?
അന്നത്തെ ലോക്കൽ സഭകൾക്ക് അപ്പുറത്തെ സിറ്റിയിലുള്ള സഭകളെ പറ്റി കൃത്യമായ അറിവില്ലായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കാരണം ഒന്ന്, അന്നത്തെ ക്രിസ്ത്യാനിറ്റിയുടെ പ്രാക്ടിക്കലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, ക്രിസ്ത്യാനിറ്റിയോടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കാരണം ക്രിസ്ത്യാനികള് എവിടെയൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പാടില്ലായിരുന്നു എന്നാണ് ജസ്റ്റിൻ പറഞ്ഞത്. ചില ആളുകൾ പറയുന്നത് പല സഭകൾ ഉണ്ടായിരുന്നു, ജസ്റ്റിൻ അത് മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കാനതാണ്. പക്ഷെ ജസ്റ്റിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അധികാരികളോട് നമ്മൾ നുണ പറയാനായിട്ട് പാടില്ല. അങ്ങനെങ്കിൽ ബിഷപ്പ് ഉണ്ടായിരുന്നു, പ്രസ്പിറ്റർ ഉണ്ടായിരുന്നു, ഒന്നിലധികം സഭകൾ ഉണ്ടായിരുന്നു. ആ സഭയിൽ ഇങ്ങനെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സഭകളൊക്കെ കൂടിയിരുന്നത് ഇങ്ങനെ ബാത്ത് ഹൗസിന്റെ മേളിലും സൗകര്യമുള്ള വീടിന്റെ അടുത്തും ഒക്കെ ആയിരുന്നു. ഇനി 2-ാം നൂറ്റാണ്ടിലെ ചരിത്രം പറയുന്നത് മുസ്ലിങ്ങൾ ഇന്ന് ഒരുമിച്ച് താമസിക്കുന്ന പറഞ്ഞാൽ അന്നത്തെ ക്രിസ്ത്യാനികളിൽ ഒരു സ്ട്രീറ്റിൽ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒരു സ്ട്രീറ്റിൽ താമസിച്ചിരുന്നു. അതിന്റെ ഒരു പാറ്റേൺ സൗദി അറേബ്യയിൽ പോയാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം പറഞ്ഞു തരാം. ജുബേൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ജുബേൽ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ചർച്ചുണ്ട്. ഒരു 150 പേര് കൂടുന്ന ഒരു ചർച്ചാണ്. അതൊരു വലിയ ബിൽഡിംഗ് മുഴുവൻ എടുത്തേക്കാണ്. രസകരമായ കാര്യം, ബിൽഡിങ്ങിലെ എല്ലാ റൂമിലും താമസിക്കുന്ന വിശ്വാസികൾ തന്നെയാണ്. അതിന്റെ നടുക്കാണ് ഹോള് സ്ഥിതി ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ അന്ന് 2nd സെഞ്ചുറി ക്രിസ്ത്യാനിറ്റിയിൽ ഇങ്ങനെ സ്ട്രീറ്റിൽ, ഒരേ സ്ട്രീറ്റിലാണ് ദൈവമക്കൾ താമസിച്ചുകൊണ്ടിരുന്നത്. കാരണം അവരുടെ സൗകര്യാർത്ഥം യോഗത്തിന് കൂടാനും വരാനും ഒക്കെ ആയിരുന്നു. അതായിരുന്നു അന്നത്തെ ചർച്ച് സ്ട്രക്ചർ. ഇനി നിങ്ങൾ 2-ാം നൂറ്റാണ്ടിലെ ചരിത്രം വായിച്ചു നോക്കിയാൽ ഈ എന്താ പറയാ, മാർട്ടിനസി കൂടാൻ കാര്യം അവിടെ കുളം ഉണ്ടായിരുന്നു. എന്തിനാ കുളം? സ്നാനപ്പെടുത്താനാണ്. സ്നാനപ്പെടുത്താൻ കുളം ഉണ്ടായിരുന്നു. അടുത്ത കാര്യം, എല്ലാ വീടുകളും, വലിയ സൗകര്യമുള്ള വീടുകൾക്കെല്ലാം കുളം ഉണ്ടായിരുന്നു. എന്തിനാണ്? സ്നാനപ്പെടുത്താൻ കുളം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഞാൻ അതിന്റെ സ്ട്രക്ചർ അങ്ങനെ ആയിരുന്നു 2nd സെഞ്ചുറിയിലെ ക്രിസ്ത്യാനിറ്റിയിൽ. ഇനിയും ഞാൻ പറഞ്ഞില്ല, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതർ ചർച്ചസ് വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് പറഞ്ഞാൽ സാഹചര്യം അങ്ങനെ ആയിരുന്നു, വളരെ കുറവായിരുന്നു. ജസ്റ്റിൻ മാർട്ടിൻ പറഞ്ഞ കാര്യം ഒരിക്കലും മറന്ന് പോകരുത്. ഇനിയും വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ലോക്കൽ ചർച്ചും സ്വതന്ത്രമായിരുന്നു. അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാ ലോക്കൽ ചർച്ചും സ്വതന്ത്രമായിരുന്നു. തിരുവെഴുത്ത് വായിക്കുന്നില്ലേ, വെട്ടിക്കിളിക്ക് രാജാവില്ലെങ്കിലും അതാണിയണിയായി പറക്കുന്നു പറഞ്ഞ പോലെ എല്ലാ ലോക്കൽ ചർച്ചും സ്വതന്ത്രമായിരുന്നു. ആ ലോക്കൽ ചർച്ചിലെ ബിഷപ്പിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ലോക്കൽ ചർച്ച് തന്നെയായിരുന്നു. ബിഷപ്പ് തെറ്റിയാൽ പുറത്താക്കുന്നതും ലോക്കൽ ചർച്ച് തന്നെ ആയിരുന്നു. ഇനി നമുക്ക് അവരുടെ ആ സഭായോഗത്തിന്റെ ഈ ലോക്കൽ ചർച്ചിലെ വിശ്വാസികളോട് ക്ലെമന്റ് ഒക്കെ എഴുത്തെഴുതുന്ന നേരത്തെ പറഞ്ഞേക്കുന്നത് എന്താ പറയാ, സബ്മിറ്റ് ടു ദെയർ ഓൺ പ്രസ്പിറ്റേഴ്സ്, സബ്മിറ്റ് ടു ദെയർ ഓൺ പ്രസ്പിറ്റേഴ്സ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ പ്രസ്പിറ്റേഴ്സിനെ എല്ലാം കൂടെ നിയന്ത്രിക്കുന്ന ഒരു പോപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അങ്ങനെ പരിപാടിയേ അവിടെ ഇല്ല. അവർക്കത് അറിയത്തു പോലും ഇല്ല. കാര്യം അപ്പുറത്തെ ലോക്കൽ സഭ ഏതാണെന്ന് അറിയത്തില്ല, പിന്നല്ലേ പോപ്പിനെ അറിയുന്നത്. പിടിയിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ലോക്കൽ ചർച്ച്. എല്ലാ സഭയും സ്വതന്ത്രം. സഭ തന്നെയാണ് ബിഷപ്പിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഒന്നിലധികം ബിഷപ്പുമാരുണ്ടായിരുന്നു. ബിഷപ്പ് എന്നും പ്രസ്പിറ്റർ എന്നും വിളിച്ചിരുന്നു. ദൈവമക്കളോടുള്ള ഇൻസ്ട്രക്ഷൻ, ദൈവം നമുക്ക് നൽകിയ ആത്മീയ അധികാരത്തിന് കീഴടങ്ങിയിരിക്കണം. സബ്മിറ്റ് യുവേഴ്സെൽഫ് ടു പ്രസ്പിറ്റേഴ്സ്. ഇതാണ് ക്ലെമന്റിന്റെ ലെറ്ററിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ക്ലെമന്റിന്റെ ലെറ്ററിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇനിയും ഇവര് ഗ്യാദർ ചെയ്തത് സൺഡേ ആയിരുന്നു. ഈ പ്ലൈനി തന്നെ നമ്മൾ പറഞ്ഞല്ലോ, പ്ലൈനി പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. ഇവര് സേർട്ടൺ ഡേയിൽ മാത്രമേ ഗ്യാദർ ചെയ്യാറുള്ളൂ. സൺഡേ ആയിരുന്നു ഗ്യാദർ ചെയ്തിരുന്നത്. ഇനിയും ഇവരുടെ ഗ്യാദറിംഗിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നോക്കണം. മനോഹരമാണ്. ഗ്യാദറിംഗിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് നോക്കിയാൽ 2-ാം നൂറ്റാണ്ട് സഭയുടെ ഗ്യാദറിംഗില് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന കാര്യം, അതിന് ഞാൻ 1-2 തെളിവ് തരാം. ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന കാര്യം സ്ക്രിപ്ചർ ഉറക്കെ വായിക്കുമായിരുന്നു. സ്ക്രിപ്ചർ ഉറക്കെ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. എന്തിനാ സ്ക്രിപ്ചർ ഉറക്കെ വായിച്ചെന്ന് ഒന്ന് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കി. എന്തിനാ സ്ക്രിപ്ചർ ഉറക്കെ വായിച്ചു കേൾപ്പിച്ചേ? 2-3 കാര്യമുണ്ട്. ഒന്ന്, ഇത് കവനന്റ് ആണ്. 2, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണ് വളരെ കൂടുതൽ. 15 to 20% ആളുകൾക്ക് ഇത് വായിക്കാൻ അറിയത്തുള്ളൂ. അന്നത്തെ റോമൻ കൾച്ചർ നോക്കിയാൽ മതി, 15 to 20%. മൂന്നാമത്തെ കാര്യം, എല്ലാ വീട്ടിലും മത്തായിയുടെ സുവിശേഷത്തിന്റെ ചുരുൾ ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നോ. ഈ 3 കാരണങ്ങൾ കൊണ്ട് ഉറക്ക വായിച്ച് കേൾപ്പിക്കണം.
ജസ്റ്റിൻ മാർട്ടിർ പറഞ്ഞൊരു കാര്യമുണ്ട്. ജസ്റ്റിൻ മാർട്ടിർ പറഞ്ഞത് the memories of the apostles, അതായത് സുവിശേഷത്തെ വിളിച്ചാണ് memories of the apostles or the writing of the prophets are read as long as time permit. ലോക്കൽ സഭ നടന്ന കാര്യമാണ്, time permit. Then when the reader is finished, the ruler in the discourse instruct and exhort to the imitation of these good things. എന്തായിരുന്നു നടന്നത്? സൺഡേ കൂടും, വചനം ഉറക്ക വായിച്ചു കേൾപ്പിക്കും, അതിനകത്തുനിന്ന് റൂളർ ഇൻ എ ഡിസ്കോഴ്സ്, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരാള് വായിച്ച ദൈവവചനത്തിൽ നിന്ന് പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണം. ലോക്കൽ ചർച്ച് ജസ്റ്റിൻ മാർട്ടിർ പറഞ്ഞ കാര്യമാണ്. സെയിം കാര്യം ടെർട്ടുല്യൻ പറഞ്ഞിട്ടുണ്ട്. ടെർട്ടുല്യൻ പറഞ്ഞ കാര്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു മിനിറ്റ്. ടെർട്ടുല്യൻ പറഞ്ഞ കാര്യമുണ്ട്. അവർ എൽഡേഴ്സ് പ്രിസൈഡ് ഓവർ us ഇൻ ദ വർഷിപ്പ് സർവീസ്. എൽഡേഴ്സ് ആണ് ആ വർഷിപ്പ് സർവീസ് പ്രിസൈഡ് ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം, 2-ാം നൂറ്റാണ്ടിൽ ആരെ അപ്പോസ്തലൻ എന്ന് വിളിച്ചിട്ടില്ല കേട്ടോ, ഓർത്തോണം. അപ്പോസ്തലന്മാരല്ല, എൽഡേഴ്സ് എന്നാണ് വിളിച്ചേക്കുന്നത്. ഇനിയും നമ്മുടെ സമയം പെട്ടെന്ന് മുന്നോട്ട് പോകുന്നല്ലോ. നമ്മൾ ക്ലെമന്റിന്റെ ഒക്കെ ലേഖനങ്ങൾ വായിച്ചാൽ അവിടെ പ്രത്യേക സ്ഥലങ്ങളിൽ സമയങ്ങളിൽ പ്രസംഗിച്ച കാര്യങ്ങളും സഭയിൽ പ്രസംഗിക്കണമെന്നും ഉപദേശിക്കണമെന്നും വേദപുസ്തകം ഉറക്ക വായിച്ച് കേൾപ്പിക്കണമെന്നും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാം, അവരുടെ കൂട്ടായ്മയിൽ ഏറ്റവും പ്രാധാന്യത വചനവായനയ്ക്കും വചന ശുശ്രൂഷയ്ക്കുമായിരുന്നു. ഓക്കെ, ഏകദേശം റെഡി ആയിട്ടില്ലോ. ചുമ്മാ ഒന്ന് സ്വപ്നം കണ്ടു നോക്കിയേ, ഏർലി ചർച്ചിന്റെ ഗാദറിങ്ങും നടുക്ക് കുളമുള്ള വീടും അവിടെ ആൾക്കാർ വരുന്നു, ഒരാൾ ചുരുള് പറഞ്ഞ് ഉറക്ക വായിച്ച് കേൾപ്പിക്കുന്നു, വേറൊരാൾ ഇതിൽ നിന്ന് വന്ന് പ്രബോധനം നടത്തുന്നു, ഇൻസ്ട്രക്ഷൻ നടക്കുന്നു. എത്ര അനുഗ്രഹമായിരുന്നല്ലേ കൂട്ടായ്മ. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇനിയും ഇവരുടെ ലോർഡ് സപ്പർ എങ്ങനെയായിരുന്നു അറിയാമോ? ലോർഡ് സപ്പർ എല്ലാ ആഴ്ചയിലും ലോർഡ് സപ്പർ ഉണ്ടായിരുന്നു, എല്ലാ ആഴ്ചയിലും. ആ ലോർഡ് സപ്പറിന്റെ പർപ്പസ് പറഞ്ഞേക്കുന്നത് യൂണിറ്റി ആയിരുന്നു. യൂണിറ്റി. ഞാന് യൂണിറ്റി ഒരു കാര്യം മാത്രം ഒന്ന് വായിച്ച് ഏൽപ്പിക്കാം. യൂണിറ്റിക്കകത്ത് ഈ ഡിഡാക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഡിഡാക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫോർ ദിസ് ഫ്രാഗ്മെന്റ് of bread was scattered upon the mountains and gathered to become one, so may your church, the same principle is also evident in the gathered together from the ends of the earth into your kingdom. എന്ന് പറഞ്ഞാൽ പലയിടത്ത് ചെതറപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പലരായ നാം ഒരു ശരീരത്തിലെ അംഗങ്ങളും അവകാശികളുമാകുന്നു എന്ന പർപ്പസിനായിട്ടായിരുന്നു അവർ തിരുവത്താഴം നടത്തിയിരുന്നത്. രണ്ട് കാര്യം തിരുവത്താഴത്തിനുണ്ടായിരുന്നു. ഒന്ന്, the Lord's Supper concerned the sacrificial death of Jesus and the unity of the church. ഇന്ന് നമ്മൾ ഇതല്ലേ ലോർഡ് സപ്പറിലൂടെ ചെയ്യുന്ന രണ്ട് കാര്യം. We are remembering the sacrificial death of Christ. രണ്ട്, പലരായ നാം ഒരപ്പത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു ശരീരത്തിലെ അംഗങ്ങളും അവകാശികളുമായി മാറുന്നു. The unity of the church. ഇതായിരുന്നു 2nd സെഞ്ചുറിയിലെ ലോർഡ് സപ്പർ. ഒരിടത്ത് പോലും മാംസം തിന്നുന്നതും രക്തം കുടിക്കുന്നൊന്നും ഇല്ല. ഇഗ്നേഷ്യസിന്റെ ഒരു വാചകമുണ്ട്, 1 flesh and 1 blood എന്നൊരു പ്രയോഗമുണ്ട്. അതും he is talking about unity. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ, ഡിഡാക്കൈക്കകത്ത് പറഞ്ഞിരിക്കുന്ന സ്നാനം ഇവർക്കെതിരാണ്, ഡിഡാക്കൈക്കകത്ത് പറഞ്ഞിരിക്കുന്ന കൈവെപ്പർക്ക് എതിരാണ്, ഡിഡാക്കൈക്കകത്ത് പറഞ്ഞിരിക്കുന്ന ലോർഡ് സപ്പർ ഇവർക്കെതിരാണ്. പോരെ, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് എന്നാണ് ഇതിനകത്ത് വായിക്കുന്നത്. ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്. എന്റെ സമയം തീർന്നു. ഞാൻ ഒരു 5 മിനിറ്റോട് നിർത്താം. ഇത്രയും ദിവസം നിങ്ങൾ എന്നെ കേട്ട് സഹിച്ചല്ലേ, ഒരു 5 മിനിറ്റോടെ. അന്നേരം ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ഏറ്റവും ഒടുവിൽ ജസ്റ്റിൻ മാർട്ടിർ പറഞ്ഞത് പാട്ടും പ്രാർത്ഥനയും പ്രബോധനം എല്ലാം കഴിഞ്ഞ് ഒടുവിലാണ് അത് നടത്തേണ്ടതെന്നാണ്. അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിൽ അങ്ങനെയാണ് നടത്തിയിരുന്നത്. അത് നടത്താനായിട്ട് 3 കാര്യം അവര് പ്രത്യേകം പറഞ്ഞിരുന്നു. 3 കാര്യം ജസ്റ്റിൻ മാർട്ടിർ ഇഗ്നേഷ്യസിന്റെ എഴുത്തുകളിൽ നിന്ന് 3 കാര്യമുണ്ട്. ഇതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥന വേണം,
ഇത് ലീഡ് ചെയ്യേണ്ടത് ബിഷപ്പോ പ്രസ്പിറ്ററോ ആയിരിക്കണം. 3 കൺഫെഷൻ ഓഫ് സിൻ അതിന് മുമ്പായിട്ട് വേണം. 3 കാര്യം. ഇത് തന്നെയല്ലേ നമ്മുടെ ചർച്ചിൽ നടക്കുന്നത്? 3 കാര്യം. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ജസ്റ്റിൻ മാർട്ടിർ പറഞ്ഞേക്കുന്നത് സ്നാനപ്പെടാത്ത ആളുകൾക്ക് തിരുവത്താഴം കൊടുക്കരുതെന്നാണ്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. Because the Lord's Supper concerned the sacrificial death of Jesus and the unity of the church, it was an aspect of worship that was only available to those who had already been properly initiated into the life of the church. That is, it was only for those who had been baptized. Justin Martyr, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അപ്പോളജി എന്ന ബുക്കിനകത്ത് 65-ാമത്തെ അധ്യായം 6-ാം വാക്യം, ഡിഡാക്കെ 9:5. ഈ 2 വാക്യങ്ങൾ നോക്കിയാൽ സ്നാനപ്പെട്ടവർക്കാണ് തിരുവത്താഴം കൊടുക്കേണ്ടത്. സജിത്ത് എന്ന് പറഞ്ഞൊരു മഹാനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. പുള്ളി എന്നാ പറഞ്ഞത്? വഴിയെ പോകുന്നവർക്കൊക്കെ കൊടുക്കാം. അനിൽ കൊടുത്തോട്ടം പറഞ്ഞത് കേട്ടു, നീയൊക്കെ തിരുവത്താഴം നടത്തുകയാണെങ്കിൽ കാക്കയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ കൊടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അത് ലോർഡ് സപ്പർ അല്ല. ദാറ്റ് ഈസ് നോട്ട് ബ്രേക്കിംഗ് ദ ബ്രെഡ്. ഡിഡാക്കെ 9:5 the broken bread was scattered over the hills and have been gathered together become one, so let the church be gathered together from the ends of the earth into the kingdom. അതിനകത്ത് സുറിയാനിയും റോമൻ കാത്തലിക് മാത്രമല്ല, എല്ലാവരും ഓർത്തോ. എന്നിട്ട് അവരുടെ ലോർഡ് സപ്പർ അങ്ങനെ ആയിരുന്നു, യൂണിറ്റി ആയിരുന്നു. ദേ ആർ റിമെമ്പറിങ് ദ സാക്രിഫിഷ്യൽ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരുവന് മാത്രമേ അതിൽ പങ്കെടുക്കാനായിട്ട് പാടുണ്ടായിരുന്നുള്ളൂ. ഇനിയും ബാപ്റ്റിസം എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മുക്കി സ്നാനപ്പെടുത്തണം തന്നെയാണ്. 2-ാം നൂറ്റാണ്ട് ഫുള്ള് ഇതെവിടെയാ ടെസ്റ്റ് വന്നെന്നറിയാമോ? ടെസ്റ്റ് വന്നത് AD 200-ൽ തെർത്തുല്യൻ ഒരു സെന്റൻസ് പറഞ്ഞു, ഇങ്ങനത്തെ പുറമേയുള്ള കാര്യത്തിന് അധികം പ്രാധാന്യത കൊടുക്കണ്ട. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് മേക്ക് നോ മാറ്റർ വെദർ വൺ ഈസ് വാഷ്ഡ് ഇൻ ദ സീ ഓർ ഇൻ ദ പടിൽ, a river or a fountain and pond or tub, and there is no difference between those John baptized in the Jordan and the Peter baptized in the Tiber എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സെന്റൻസ് ആണ് പ്രശ്നം ഉണ്ടാക്കിയത്. നമുക്ക് വേണ്ട. അതിനു മുമ്പ് ഡിഡാക്കയ്ക്കകത്ത് ലിവിങ് വാട്ടറിൽ മുക്കണമെന്നാണ്. നമ്മുടെ ബർണബാസിന്റെ ലെറ്റർ ഓർക്കുന്നല്ലോ, അതിനകത്ത് മുക്കി സ്നാനപ്പെടണമെന്നാണ്. ഇനിയും അന്നത്തെ യോഗം നടന്നുകൊണ്ടിരുന്ന ഡ്യൂറ യൂറോപ്പോസ്, നിങ്ങൾ അടിച്ചു നോക്കുക, DURA യൂറോപ്പോസ്, അതിന്റെ പിക്ചർ കിട്ടും. ഡ്യൂറ യൂറോപ്പോസ് സൈറ്റിനകത്ത് എല്ലാം കുളം ഉണ്ടായിരുന്നു, അവിടെ മുക്കി സ്നാനപ്പെടുത്തണം എന്നാണ് വായിക്കുന്നത്. 2-ാം നൂറ്റാണ്ടിലെ ഏർലി ക്രിസ്ത്യാനിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്നാനപ്പെടുത്തുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യം ചെയ്യണമെന്ന് അറിയാമോ? പ്രാർത്ഥനയും ഫാസ്റ്റിങ്ങും ഇൻസ്ട്രക്ഷനും കൊടുത്തതിന് ശേഷം മാത്രമേ സ്നാനപ്പെടുത്താവൂ എന്നാണ് ഫസ്റ്റ് അപ്പോളജിക്കകത്ത് ജസ്റ്റിൻ പറഞ്ഞേക്കുന്നത്. ഡിഡാക്കെ 7:4 പറഞ്ഞേക്കുന്നത് സ്നാനപ്പെടുന്നയാള് അതിനു മുമ്പ് ഉപവസിക്കണം, അതിനു മുമ്പ് പ്രാർത്ഥിക്കണം, അതിനു മുമ്പ് കൃത്യമായ ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കണം. 7 ദിവസമുള്ള കൊച്ചിനെ കൊണ്ടുപോയി മുക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കൂലോ, അല്ലയോ? റെഫറൻസ് ഡിഡാക്കെ 7:4, ഫസ്റ്റ് അപ്പോളജി 61. അപ്പോളജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അതുകൊണ്ട് സ്നാനവും ഇങ്ങനെയായിരുന്നു. തെർത്തുല്യൻ പറഞ്ഞ ആ ഒരു സെന്റൻസിന് ശേഷമാണ് ഇത് മറ്റു നിലയിലേക്ക് മോഡ് ഓഫ് ബാപ്റ്റിസം മാറിപ്പോയത്. ബട്ട് വി ഹാവ് നോ റൈറ്റ് ടു ഗോ ദെയർ, ഗോ ടു ഏർലി ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമായിരുന്നു അന്നത്തെ തന്റെ പ്രഭാഷണത്തിൽ, ഡു യു റീകാണ്ട്, RECAND. അന്നത്തെ പോപ്പുമാരും ഒക്കെ ഇരുന്നപ്പോൾ താൻ ആ കോൺഗ്രിഗേഷനോട് ചോദിച്ച ചോദ്യമാണ്, ഡു യു റീകാണ്ട്. രണ്ടാമത്തെ കാര്യം ക്രിസ്ത്യൻസിനോട് പറഞ്ഞത്, ഗോ ബാക്ക് ടു സ്ക്രിപ്ചർ ആൻഡ് ഏർലി ക്രിസ്ത്യാനിറ്റി, സെക്കൻഡ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി. ഇനിയും അവരുടെ കൂട്ടായ്മയിൽ ടോട്ടൽ എന്തൊക്കെ ഉണ്ടായിരുന്നു കൂടെ പറഞ്ഞേക്കാം. എന്തൊക്കെയായിരുന്നു സഭായോഗം? സൺഡേയിലെ സഭായോഗം നമുക്ക് സമയമില്ലല്ലോ. ഇഗ്നേഷ്യസ് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. ഇഗ്നേഷ്യസും തെർത്തുല്യനും പറഞ്ഞു, യേശുവിനായിട്ട് പാട്ട് പാടണം. ഇഗ്നേഷ്യസും തെർത്തുല്യനും പറഞ്ഞ കാര്യമാണ്. പ്ലൈനി എന്ന് പറയുന്ന ആ ബിദുന്യയിലെ ഗവർണർ ആ കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്ലൈനി എഴുതിയേക്കുന്ന വാക്ക് എ ഹിം ടു ക്രൈസ്റ്റ് ആസ് ടു എ ഗോഡ്, എ ഹിം ടു ക്രൈസ്റ്റ് ആസ് ടു ബി എ ഗോഡ്. ഇതാണ് അവർ പാടിക്കൊണ്ടിരുന്ന പാട്ടെന്നാണ് പ്ലൈനി പറഞ്ഞിരിക്കുന്നത്.
എന്നിട്ട് അവരുടെ സഭായോഗത്തിനകത്ത് prayer is the key element of their worship. Prayer is the key element of their worship. ഇതെല്ലാം നമ്മൾ ഈ ജസ്റ്റിൻ മാർട്ടിയറിന്റെ പുസ്തകം അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളിനകത്തു നിന്നാണ് മനസ്സിലാകുന്നത്. എന്നിട്ട് സ്തോത്ര കാഴ്ച ഉണ്ടായിരുന്നു എന്ന് ഫസ്റ്റ് അപ്പോളജിക്കകത്ത് ജസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്, തെർത്തുല്യനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം? പ്രാർത്ഥന ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, സ്ക്രിപ്ചർ റീഡിംഗ് ഉണ്ടായിരുന്നു, പ്രബോധനം ഉണ്ടായിരുന്നു, കർത്താവിന്റെ മേശ ഉണ്ടായിരുന്നു, ഓഫറിംഗ് ഉണ്ടായിരുന്നു, ഏറ്റവും ഒടുവിൽ ലവ് ഫീസ്റ്റ് ഉണ്ടായിരുന്നു. ദിസ് ഈസ് ദ സെക്കൻഡ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി. ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഭകളാണ് റിഫോംഡ് ചർച്ചസ്. അതുകൊണ്ടാണ് നമ്മൾ പെന്റക്കോസ്റ്റൽസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടും നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ കൃത്യമായ സ്ഥലത്താണ്. നമ്മുടെ കർത്താവിനെ കണ്ടെത്താൻ, യേശുവിനായിട്ട് പാട്ടുപാടാൻ, തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ലോർഡ് സപ്പർ സഭയുടെ യൂണിറ്റിയെയും ആ സാക്രിഫിഷ്യൽ ഡെത്തിനെയും കാണിക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടെ പാർട്ടേക്കേഴ്സ് ആകുവാനൊക്കെ ദൈവം കൃപ നൽകിയല്ലോ. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഞാൻ 7 മിനിറ്റ് കൂടുതൽ എടുത്തു, ഐ എം വെരി സോറി. കർത്താവിന്റെ വചനം നമുക്ക് അനുഗ്രഹമാകട്ടെ. ഈ പഠനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പ്രയോജനമാകട്ടെ, അനേകർക്ക് പ്രയോജനമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വചനം പഠിപ്പിക്കാൻ, ഈ ചരിത്രം പഠിപ്പിക്കാൻ അവസരം നൽകിയ പാസ്റ്ററോടും സഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ പുണ്യനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. താങ്ക് യു. ഞങ്ങളെ ഓർത്തുകൊണ്ടും സഭയെ ഓർത്തുകൊണ്ടും ദയവായിട്ട് പ്രാർത്ഥിക്കും.